ബേസിക് ഇയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ പഠിച്ചതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. A sudden return to normal temperature from a very high temperature within a few hours. Option A, crisis. Option B, lysis. Option C, remittent fever. ഓപ്ഷൻ ഡി കണ്ടിന്യൂസ് ഫീവർ. ഇതിൽ ഏതാണ് ഈ സഡൻ റിട്ടേൺ ടു നോർമൽ ടെമ്പറേച്ചർ ഫ്രം അതായത് ഒരു വെരി ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് നമുക്കൊരു നോർമൽ ടെമ്പറേച്ചറിലോട്ട് റിട്ടേൺ ചെയ്യുന്നു, അതൊരു വിത്തിൻ ഫ്യൂ അവേഴ്സിനുള്ളിൽ അത് റിട്ടേൺ ചെയ്യും. അപ്പം അതിന് ഏത് ഫീവർ എന്നാണ് പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം അതിന്റെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്, ക്രൈസിസ് ആണ്. അപ്പൊ ക്രൈസിസ് എന്ന് പറയുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കുക, അതായത് എന്താണ്, ഒരു ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് ഒരു ലോയിലോട്ട് എന്താണ് ടെമ്പറേച്ചർ വരുന്നതിന്റെ ആ ഒരു എന്താ പറയുന്നത് ആ ഒരു ഫ്യൂ അവേഴ്സ്, അതിനാണ് എന്തെന്ന് പറയുന്നത് ഈ ക്രൈസിസ് എന്ന് പറയുന്നത്. ഇനിയും നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലോക്കൽ ഹോട്ട് ആപ്ലിക്കേഷൻ ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം ദ ബോഡി ബൈ ഓപ്ഷൻ എ റേഡിയേഷൻ, ഓപ്ഷൻ ബി ഇവാപറേഷൻ, ഓപ്ഷൻ സി കൺവെക്ഷൻ, ഓപ്ഷൻ ഡി ആണ് അത് ഡി കണ്ടക്ഷൻ. നമ്മള് ഹീറ്റ് ട്രാൻസ്ഫറിങ് ഇത് പലതവണ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ടൈപ്സ് ഓഫ് ഫീവർ അത് എന്താ പറയുന്നത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. അപ്പം ഇതിനകത്ത് നമ്മൾ പറയുന്നുണ്ട് കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ ആൻഡ് ഇവാപറേഷൻ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ബോഡിയുടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന കുറെ മെത്തേഡ്സ് ആണ്. ഏതെല്ലാം രീതിയിലാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നുള്ളത് അത് ഓരോന്നും നമ്മൾ അടുത്തടുത്ത ക്വസ്റ്റ്യനുകളിൽ പഠിക്കുന്നുണ്ട്. അപ്പം ഇതെന്താണ് ലോക്കൽ ഹോട്ട് ആപ്ലിക്കേഷൻ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഫ്രം ദ ബോഡി. അപ്പൊ അതെന്താണെന്ന് പറയുന്നത്, അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി കണ്ടക്ഷൻ ആണ്. ഇത് ഒന്നെങ്കിൽ ക്വസ്റ്റ്യൻസ് വൃത്തിയായിട്ട് കേട്ട് മനസ്സിലാക്കുക, എന്നിട്ട് അത് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ടെമ്പറേച്ചർ റെഗുലേഷൻ സെന്റർ ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ്. നമ്മുടെ അത് എല്ലാ തവണയും മിക്കവാറുമുള്ള എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത്. ടെമ്പറേച്ചർ റെഗുലേഷൻ സെന്റർ ഏതാണ് എന്നുള്ളത്, നമ്മുടെ ബ്രെയിനിന്റെ ഏത് പാർട്ടായിട്ടാണ് അത് വരുന്നത് എന്നുള്ളതായിരിക്കും ചിലപ്പം ക്വസ്റ്റ്യൻ. ചിലപ്പം അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ഏതാണ്? ഓപ്ഷൻ എ ലങ്സ്, ഓപ്ഷൻ ബി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ഓപ്ഷൻ സി ഹൈപ്പോതലാമസ്, ഓപ്ഷൻ ഡി പീനിയൽ ഗ്ലാൻഡ്. ഏതാണ്? ഓപ്ഷൻ സി ഹൈപ്പോതലാമസ് ആണ് എന്തെന്ന് പറയുന്നത് ടെമ്പറേച്ചർ റെഗുലേഷൻ സെന്റർ എന്ന് പറയുന്നത്. Next one, the transfer of heat directly through the substances from a hot to cold part by direct contact is termed as. നമ്മൾ മുമ്പേ ഒരെണ്ണം പഠിച്ചായിരുന്നു അല്ലെ, അത് ഏതായിരുന്നു? ഓപ്ഷൻ അതിനകത്ത് നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞാൽ ഏതാണ് ഇതിനകത്ത്, അതായത് 4 മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞു. കണ്ടക്ഷൻ, കൺവെക്ഷൻ, ഇവാപറേഷൻ, റേഡിയേഷൻ എന്ന് പറഞ്ഞ 4 മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞു. അതിനകത്ത് നമ്മൾ ഇപ്പം പഠിക്കുന്നത് ഏതാണ്? ഈ സബ്സ്റ്റൻസ് ഫ്രം ഹോട്ട് പാർട്ട് ടു കോൾഡ് പാർട്ട്, അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഹോട്ടിൽ നിന്നും കോൾഡ് പാർട്ടിലോട്ട്. അത് ഡയറക്റ്റ് ആയിട്ടുള്ള കോണ്ടാക്ട് ആണ്. അതിനെ എന്തെന്നാണ് പറയുന്നത് എന്നാണ്. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? കണ്ടക്ഷൻ ആണ്. നെക്സ്റ്റ് എന്താണ്? The clinical thermometer is disinfected using Dettol at a strength of 1:40 for 30 minutes, 1:20 for 5 minutes, 1:40 for 5 minutes, 1:20 for 3 minutes. ഇതിൽ ഏതാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ നമ്മൾ ഡിസിൻഫെക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ഡെറ്റോളിന്റെ സ്ട്രെങ്ത് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. എത്രയായിരുന്നു? ഓപ്ഷൻ സി ആണ്, 1:40 for 5 minutesലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലിനിക്കൽ തെർമോമീറ്റർ ഡിസിൻഫെക്ട് ചെയ്യുന്നത്. എന്ത് വഴി? ഡെറ്റോൾ ഉപയോഗിച്ച് നമ്മൾ. അപ്പൊ ആ ഡെറ്റോൾ സൊല്യൂഷന്റെ കോൺസെൻട്രേഷനെ പറ്റിയാണ് പറയുന്നത്. എത്രയാണ്? 1:40 ആണ് അതിന്റെ കോൺസെൻട്രേഷൻ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സഡൻ സിവിയർ അറ്റാക്ക് ഓഫ് ഷിവറിംഗ് in which the body temperature rises rapidly to a stage of hyperpyrexia. അതായത് എന്താണ്? നമുക്ക് ബോഡി ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അതിന്റെ കൂടുതൽ തന്നെ വളരെ കൂടുതലായിട്ട് ഷിവറിങ്ങും കൂടി വരുന്നത് ഹൈപ്പർ പൈറക്സിയയുടെ ഏത് സ്റ്റേജിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഏതാണ്? എ സഡൻ
severe attack of shivering in which the body temperature rises rapidly to a stage of hyperpyrexia. അപ്പം ഇതിൽ ഏതിലാണ്? പൈറക്സിയയിലാണോ, റൈഗറിലാണോ, സ്വിംഗിങ് ഓഫ് ഫീവറിലാണോ, ഇൻവേഴ്സ് ഫീവറിലാണോ? നമ്മുടെ ക്ലാസ്സിൽ എന്താ പറയാ, ഇതാണ് ഇതിന്റെ ഫീവറിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് എന്താണ് ഈ ഒരു കണ്ടീഷൻ വരുന്നത് ഏതാണ് എന്നുള്ളത്, ഏതിലാണ്? റൈഗറിലാണ്. റൈഗറിലാണ് നമുക്ക് ബോഡി ടെമ്പറേച്ചർ ഒരുപാട് കൂടിയിട്ട് ആ പേഷ്യൻസിന് എന്ത് കാണാൻ പറ്റും? ഭയങ്കരമായിട്ടുള്ള ഷിവറിങ് കാണാൻ പറ്റുന്നത്. ഇനിയും അടുത്ത വാട്ട് ഈസ് ദ ലെവൽ ഓഫ് ടെമ്പറേച്ചർ ഡ്യൂറിങ് ഓവുലേഷൻ? ഇവിടെ വോട്ട് എന്നാണ്. വാട്ട് ഈസ് ദ ലെവൽ ഓഫ് ഓവുലേഷന്റെ സമയത്ത് എന്താണ് നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ എത്ര ആയിന് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഏതാണ്? 1 ഡിഗ്രി ഫാരൻഹീറ്റ് ആണോ, 5 ഡിഗ്രി സെൽഷ്യസ് ആണോ, 3 ഡിഗ്രി ഫാരൻഹീറ്റ് ആണോ, അതുപോലെ 2 ഡിഗ്രി സെൽഷ്യസ് ആണോ? ഇതിൽ ഏതാണ് ഓവുലേഷന്റെ സമയത്തുള്ള നമ്മുടെ ടെമ്പറേച്ചറിന്റെ ലെവൽ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? 1 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് ആ സമയത്തുള്ള ഓവുലേഷന്റെ ടൈമില് നമ്മുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇത് ഒരു തവണ എക്സാമിന് ചോദിച്ചു. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ഓരോ ടോപ്പിക്കുകളും ഈ JPHന്റെ എക്സാമിന് ചോദിച്ചത് തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വേർഡ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് the biological mechanism that leads to a disease state. അതെന്ന് പറയുന്നത് ബയോളജിക്കൽ മെക്കാനിസം ദാറ്റ് ലീഡ്സ് ടു എ ഡിസീസ് സ്റ്റേറ്റ്. ഒരു ഡിസീസിന്റെ സ്റ്റേറ്റിനെ പറയുന്ന അല്ലെങ്കിൽ ആ ഒരു ഡിസ്ക്രൈബ് ചെയ്യുന്ന ബയോളജിക്കൽ മെക്കാനിസം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഓപ്ഷൻ എ പാത്തോഫിസിയോളജി ആണോ, ഓപ്ഷൻ ബി പാത്തോജെനസിസ് ആണോ, ഓപ്ഷൻ സി പാത്തോജൻ ആണോ, ഓപ്ഷൻ ഡി പാത്തോഗ്നോമിക് ആണോ? ഇതിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ആൻസർ വരുന്നത്? പാത്തോജെനസിസ് ആണ്. പാത്തോജെനസിസ് എന്ന് പറയുന്നതാണ് ഒരു ഡിസീസിന്റെ സ്റ്റേറ്റ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ബയോളജിക്കൽ മെക്കാനിസം അത് എന്തിലോട്ടാകുന്നത്, ഒരു ഡിസീസിന്റെ സ്റ്റേറ്റിലോട്ടാകുന്നത് എന്താണ്? ഈ പറയുന്ന പാത്തോജെനസിസ് ആണ്. ഈ പാത്തോജെനസിസ് ഈസ് ദ ടേം അപ്ലൈഡ് ടു ദ മെക്കാനിസം ദാറ്റ് ലീഡ്സ് ടു ദ സ്റ്റേറ്റ് ഓഫ് ഡിസീസ്. അതേപോലെ എ പാത്തോജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡിസീസ് കോസ് ചെയ്യുന്ന ഏജന്റിനാണ് എന്തെന്ന് പറയുന്നത്? പാത്തോജൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പാത്തോഫിസിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? is the term for collective describing disordered disease process. നമുക്കൊരു ഡിസീസ്, നമ്മൾ ഓരോ കണ്ടീഷനും നമ്മൾ പാത്തോഫിസിയോളജി അങ്ങനെ വെച്ച് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒരു വൈറസ് എൻ്റർ ആയിട്ട് അത് നമ്മുടെ ബോഡിയിൽ സർക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതെങ്ങനെ ഒരു ഡിസീസിന് കാരണമാകുന്നു അല്ലെ, അതെങ്ങനെ ഡയഗ്നോസ് ചെയ്യുന്നെന്നും ഇതെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പം അതിനെ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? പാത്തോഫിസിയോളജി എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ഓപ്ഷനും കൂടെ ഉണ്ടായിരുന്നു. ഏതായിരുന്നു? പാത്തോഗ്നോമിക്. പാത്തോഗ്നോമിക് എന്ന് പറഞ്ഞാൽ എന്താ? ഇസ് ദ വേ ഓഫ് ഡിസ്ക്രൈബിങ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ഡിസീസ് പ്രോസസ്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു റൈഗർ എന്ന് പറഞ്ഞാല് എന്താണ്? നന്നായിട്ട് ടെമ്പറേച്ചർ കൂടിയിട്ട് അവർക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുന്നത്? അവർക്ക് ഫീൽ ചെയ്യുന്നത് ആ ഒരു അതിന്റെ കൂട്ടത്തിൽ തന്നെ എന്താണ് ഭയങ്കരമായിട്ടുള്ള ഷിവറിങ്ങും ഫീൽ ചെയ്യും അല്ലെ. അതിനാണ് ആ ഒരു അങ്ങനെ നമ്മൾ ആ റൈഗർ ആണ് എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന ആ ഒരു ഇതിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പാത്തോഗ്നോമിക് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പം ആ ഓപ്ഷൻസ് എല്ലാം ക്ലിയർ ആയല്ലോ. എന്താണ് പാത്തോജെനസിസ്, എന്താണ് പാത്തോജൻ, എന്താണ് പാത്തോഫിസിയോളജി, എന്താണ് പാത്തോഗ്നോമിക്? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അക്വേർഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം എയ്ഡ്സ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വാട്ട് ടൈപ്പ് ഓഫ് ഡിസീസ്? അക്യൂട്ട് ആണോ, അക്യൂട്ട് ഓൺ ക്രോണിക് ആണോ, സബ് അക്യൂട്ട് ആണോ, ക്രോണിക് ആണോ? എയ്ഡ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഓർത്തിരിക്കുക, അത് ഒരിക്കലും ഒരു അക്യൂട്ട് ആയിട്ടുള്ള ഒരു ഡിസീസ് കണ്ടീഷൻ അല്ല. അതെന്ന് പറയുന്നത് എന്താണ്? ക്രോണിക് ആയിട്ടുള്ള ഒരു ഡിസീസ് കണ്ടീഷൻ ആണ്. ഈ ക്രോണിക് ഡിസീസ് കണ്ടീഷൻ എന്ന് പറയുമ്പം അതെന്താണ്? അതിന്റെ സിവിയാരിറ്റി എന്ന് പറയുന്നത് എന്താണ്? അത്രയും കൂടുതലായിരിക്കും. AIDS is caused by the first instance by the human immunodeficiency virus. The virus causes long-lasting damage to the immune system, eventually leading to AIDS, which is lifelong and therefore chronic. അതെന്താണ്? ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ത്രൂ ഔട്ട് ഉള്ളത് കൊണ്ടാണ് എന്തെന്ന് പറയുന്നത്? അത് ക്രോണിക് എന്ന് പറയുന്നത്. വൺസ് നമ്മുടെ ബോഡിയിൽ ഈ വൈറസ് എൻ്റർ ആയി കഴിഞ്ഞാൽ എന്താണ്? അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയാണ് എന്ത് ചെയ്യുന്നത്? ബാധിക്കുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? എ ഡിസീസ് ദാറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം അനദർ സോഴ്സ് ഈസ് നോൺ ആസ് നോൺ കമ്മ്യൂണിക്കബിൾ, കമ്മ്യൂണിക്കബിൾ, കൺജനിറ്റൽ ആൻഡ് സൂനോസിസ്. നോൺ കമ്മ്യൂണിക്കബിൾ എന്ന് പറഞ്ഞാൽ അത് എന്താ പറയാ, ഒരു എന്താ പറയാ, ഒരു ഡിസീസ് അല്ലെങ്കിൽ ഒരു സോഴ്സ് കാണത്തില്ല, അതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു രീതിയിലൂടെ വരുന്നതാണ് എന്തെന്ന് പറയുന്നത് നോൺ കമ്മ്യൂണിക്കബിൾ എന്ന് പറയുന്നത്. നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ഒരു ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു അനദർ സോഴ്സിൽ നിന്ന് വരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. കൺജനിറ്റൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കും? ബൈ ബർത്തിൽ വരുന്ന ഡിസീസ് കണ്ടീഷനുകളാണ് എന്തെന്ന് പറയുന്നത്? കൺജനിറ്റൽ എന്ന് പറയുന്നത്. സൂനോസിസ് എന്ന് പറഞ്ഞാൽ ആനിമൽസിൽ നിന്നും എങ്ങോട്ട് പോകുന്നു? ഹ്യൂമൻസിലോട്ട് പോകുന്നതാണ് എന്തെന്ന് പറയുന്നത്? സൂനോസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? enabling people to increase control over their own health is known as. അതായത് എന്താണ്? enabling people to increase control over, അവരുടെ തന്നെ ഹെൽത്തിൽ അവർക്ക് ആ ഒരു കൺട്രോൾ ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു ഇതിന് പറയുന്ന പേര് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഹെൽത്ത് പ്രൊട്ടക്ഷൻ എന്നാണോ, പബ്ലിക് ഹെൽത്ത് എന്നാണോ, ഹെൽത്ത് പ്രൊമോഷൻ എന്നാണോ, ഗവർണൻസ് എന്നാണോ? അപ്പം ഇതിൽ ഏതാണ് എന്താണ്? enabling people to increase control over their own health എന്ന് പറയുന്നത് ഏതാണ്? ഏതാണ്? ഹെൽത്ത് പ്രൊമോഷൻ ആണ്. മനസ്സിലായോ? അത് ഹെൽത്ത് പ്രൊട്ടക്ഷൻ ആണെങ്കിൽ എന്താണ് വരുന്നത്? നമ്മൾ ഒരു ഡിസീസിൽ നിന്നും നമ്മളെ എന്ത് ചെയ്യാണ്? പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്ന ആ ഒരു ഇതിനാണ് എന്തെന്ന് പറയുന്നത്? ഹെൽത്ത് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. In which condition would you expect to see jugular venous distension, fatigue, orthopnea as a result of a drop in cardiac output? ഇതില് ഏത് നമ്മളത് ക്വസ്റ്റ്യൻ നമ്മളത് ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. എന്താണ്? ജുഗുലാർ വീനസ് ഡിസ്റ്റൻഷൻ വരുന്നുണ്ട്, ഫാറ്റിഗ് വരുന്നുണ്ട്, ഓർത്തോപ്നിയ വരുന്നുണ്ട്. ഇത് ഏത്? അതുപോലെ തന്നെ കാർഡിയാക് ഔട്ട്പുട്ട് അവിടെ ഡ്രോപ്പ് ആകുന്നുണ്ട്. ഇത് ഏത് കണ്ടീഷൻ ആണ്? ഏതാണ്? കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലറിലാണ്. ഏതിലാണ് വരുന്നത്? കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലറിലാണ് വരുന്നത്. ഏതിലാണ് അപ്പം വരുന്നത്? കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലർ. ഇനി ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് ഇറഗുലർ ആയിട്ട് വളരെ റാപ്പിഡ് ആയിട്ട് വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറയുന്നത്. മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നബിലിറ്റി ടു പമ്പ് സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് ബ്ലഡ്, അല്ലെ? ആ ഒരു സമയത്ത് വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത്. ഇനി എന്താ? വിച്ച് മൈറ്റ് ബി എ വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്ട് ഒക്കേഴ്സ്. എങ്ങനെയാണ് വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്റ്റ് ഉണ്ടാകുന്നത്? അതായത് VSD ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അതും നമ്മൾ ആ ഒരു ക്ലാസ് എടുത്തപ്പം അതിനകത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ്? ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഫെയിലർ ഓഫ് പ്രഷർ ടു സീൽ ദ ഫൊറാമൻ ഓവലെ ആണോ, ഇൻഅഡിക്വേറ്റ് ഗ്രോത്ത് ഓഫ് ദ സെപ്റ്റം സെക്കൻഡം ആണോ, കോസ് അൺനോൺ ആണോ, ദ റെഡ്യൂസ്ഡ് ഇൻട്രായൂട്രൈൻ ബ്ലഡ് ഫ്ലോ ഡ്യൂറിങ് പ്രഗ്നൻസി ആണോ? ഏതാണ്? അതിന്റെ എക്സാക്ട് കോസ് എന്ന് പറയുന്നത് എന്താണ്? അൺനോൺ ആണ്. പക്ഷേ അതിനകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെപ്റ്റലിന് എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഡിഫക്റ്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി. ക്ലിയർ ആയോ? മീസിൽ വാക്സിൻ ഈസ് ഓപ്ഷൻ എ കിൽഡ് വാക്സിൻ, ടോക്സോയിഡ് വാക്സിൻ, ലൈവ് ആറ്റുനേറ്റഡ് വാക്സിൻ, നൺ ഓഫ് ദ എബോ. ഏതാണ്? മീസിൽസ് വാക്സിൻ എന്ന് പറയുന്നത് എന്താണ്? എന്താണ് മീസിൽസ് വാക്സിൻ എന്ന് പറയുന്നത്? മീസിൽസ് വാക്സിൻ എന്ന് പറയുന്നത് ലൈവ് ആറ്റുനേറ്റഡ് വാക്സിൻ ആണ് എന്തെന്ന് പറയുന്നത്? മീസിൽസ് വാക്സിൻ എന്ന് പറയും. നമ്മൾ താഴോട്ട് വരുമ്പം ലൈവ് വാക്സിൻസും കിൽഡ് വാക്സിൻസും സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുന്നുണ്ട്. ഇനി അടുത്ത ഏതാ? വിച്ച് ഓഫ് ദ ഫോളോയിങ് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കോംപ്ലിക്കേഷൻ ഓഫ് മീസിൽസ്? ഏതാണ്? ഒട്ടൈറ്റിസ് മീഡിയ ആണോ, പാരോട്ടൈറ്റിസ് ആണോ, ന്യൂമോണിയ ആണോ, മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ആണോ? ഏതാണ് മീസിൽസിന്റെ ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്? ഏതാണ് മീസിൽസിന്റെ കോംപ്ലിക്കേഷൻ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ആണ് മീസിൽസിന്റെ വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് കോംപ്ലിക്കേഷൻ. മീസിൽസിന്റെ കോംപ്ലിക്കേഷൻ ഏതാണ്? മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ആണ് മീസിൽസിന്റെ കോംപ്ലിക്കേഷൻ. ഇനി മീസിൽസ് ഏത് റൂട്ട് വഴിയാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്? ഇൻട്രാഡേർമൽ വഴിയാണോ,
സബ്ക്യൂട്ടേനിയസ് വഴിയാണോ, പിന്നെ ഏതാണ് ഇൻട്രാമസ്കുലർ വഴിയാണോ, നൺ ഓഫ് ദ എബോവ് ആണ്? ഏത് വഴിയാണ്? സബ്ക്യൂട്ടേനിയസ് വഴിയാണ് നമ്മൾ എന്ത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്? മീസിൽസ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. പിന്നെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? 1 to 3 അല്ലെങ്കിൽ 1 വീക്ക് അല്ലെങ്കിൽ 3 to 1 വീക്ക് വരെയാണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ 1 to 14 വീക്ക് വരെയാണ് എന്തെന്ന് പറയുന്നത്, ഈ മീസിൽസിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻക്യുബേഷൻ പീരീഡ് ഓഫ് മീസിൽസ് എന്ന് പറയുന്നത് എത്രയാണ്? 1 വീക്ക് ടു 14 ഡേയ്സ്, അതായത് ഓൾമോസ്റ്റ് എന്താണ് 2 വീക്സ് വരുന്നതാണ് എന്തെന്ന് പറയുന്നത്, മീസിൽസിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മീസിൽസിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എത്രയാണ്? 1 വീക്ക് മുതൽ 14 ഡേയ്സ്, അതായത് ഓൾമോസ്റ്റ് എത്ര വരുന്നുണ്ട് നമുക്ക്? ഒരു എത്ര ഒരു പിന്നെ ഒരു 14 ഡേയ്സ്, അതായത് 2 വീക്സ് വരുന്നതാണ് എന്തെന്ന് പറയുന്നത്, മീസിൽസിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ മീസിൽസിന്റെ പറ്റി പറഞ്ഞെന്ന് പറഞ്ഞാൽ, മീസിൽസ് എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ഒരു കോംപ്ലിക്കേഷൻ പറഞ്ഞു, അത് ഏത് റൂട്ട് വഴിയാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതെന്ന് പറഞ്ഞു, അതിന്റെ എന്താണ് ഇൻക്യുബേഷൻ പീരീഡ് എത്രയാണ് എന്നുള്ളതും പറഞ്ഞു. ആണല്ലോ? ക്ലിയർ ആണോ? ഇനി നമുക്ക് ഇതിനകത്ത് ഈ മീസിൽസിന്റെ ഇത് വരുമ്പോൾ നമുക്ക് തെറ്റിപ്പോകുന്ന കുറച്ച് പോർഷൻ ഉണ്ട്, ഒന്ന് ശ്രദ്ധിച്ചോ. ഏതാണ്? ഒന്നെന്ന് പറയുന്നത് മീസിൽസിന്റെ കോസേറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസം അല്ലെങ്കിൽ അതിനുള്ള വൈറസിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? റുബിയോള. കേട്ടോ? പിന്നെ അത് സൈൻസ് ആൻഡ് സിംറ്റംസ് കാണിക്കുമ്പോൾ 3 C's എന്നാണ് പറയുന്നത്. അതായത് കൗഫ്, കൺജങ്ക്റ്റിവൈറ്റിസ്, കോറിസ എന്ന് പറയുന്നത് റണ്ണി അല്ലെങ്കിൽ കൺജസ്റ്റഡ് ആയിട്ടുള്ള നോസിനെയാണ് എന്തെന്ന് പറയുന്നത്? കോറിസ എന്ന് പറയുന്നത്. അതുകൂടാതെ എന്താണ്? ഹൈ ഫീവർ ഉണ്ടാകും. ഈ സാധനം ഏതാണ്? കോപ്ലിക് സ്പോട്ട് ഓൺ ബക്കൽ മ്യൂക്കോസ. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏതാണ്? കോപ്ലിക് സ്പോട്ട് ഓൺ ബക്കൽ മ്യൂക്കോസ. പല തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഇത്? കോപ്ലിക് സ്പോട്ട് കാണുന്നത് ഏത് ഡിസീസിലാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഏത് കമ്മ്യൂണിക്കബിൾ ഡിസീസിലാണ് ഈ കോപ്ലിക് സ്പോട്ട് കാണുന്നത്? ഏതാണ്? എന്താണ്? റുബിയോള അല്ലെങ്കിൽ മീസിൽസിലാണ് കാണുന്നത്. അതിന് പറയുന്നതെന്ന് പറഞ്ഞാൽ സ്മോൾ വൈറ്റ് സ്പോട്ട് ആണ്. അതായത് ബക്കൽ മ്യൂക്കോസയിലൊക്കെ എന്താണ് നമുക്കൊരു വൈറ്റ് സ്പോട്ട് നമുക്ക് കാണാൻ പറ്റുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? കോപ്ലിക് സ്പോട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്ന മീസിൽസിന്റെ കാര്യത്തിനെ പറ്റിയായിരുന്നു, അതിന്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിനകത്ത് വരുന്ന വേറെ, അതായത് മീസിൽസും ജർമ്മൻ മീസിൽസും തമ്മിൽ പലതവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, പലതവണ കുട്ടികൾക്ക് എന്താണ് അത് തിരിഞ്ഞും പോയിട്ടുണ്ട്. അതിന് മീസിൽസിന്റെ കോസേറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസം എന്ന് പറയുന്നത് റുബിയോള ആണെങ്കിൽ, ജർമ്മൻ മീസിൽസിന്റെ കോസേറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത് എന്താണ്? റുബെല്ലയാണ്. മീസിൽസ്, മംസ്, റുബെല്ല എന്ന് കേട്ടിട്ടില്ലേ? അതിനകത്തെ എന്താണ്? റുബെല്ല. അപ്പം ഇതിന്റെ എന്താ പറയാ, മെയിൻ ആയിട്ടുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയുന്നത് എന്താണ്? ഹെഡേക്ക്, സോർ ത്രോട്ട്, കോറിസ ആൻഡ് ലിംഫ് അഡിനോപ്പതി. ഓക്കെ, അപ്പം ഈ റുബെല്ലയുടെ ഇതിനകത്ത് വരുന്നത് ഏതാണ്? ജർമ്മൻ മീസിൽസ് ആണ്. അതിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയുന്നത് ഏതാണ്? ഹെഡേക്ക്, സോർ ത്രോട്ട്, പിന്നെന്താണ്? കോറിസ ആൻഡ് ലിംഫ് അഡിനോപ്പതി ആണ്. മീസിൽസിന് ഹൈ ഫീവർ ആണെന്നുണ്ടെങ്കിൽ ജർമ്മൻ മീസിൽസിൽ വരുമ്പം എന്താണ്? ലോ ഗ്രേഡ് ഫീവർ ആണ് വരുന്നത്. ഇനി മറ്റേടത്ത് മീസിൽസിൽ നമ്മൾ കാണുന്ന സ്പോട്ട് എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ വൈറ്റ് സ്പോട്ട് ആണെങ്കിൽ ഇവിടെ കാണുന്ന എന്താണ്? സ്മോൾ റെഡ് സ്പോട്ട് ആണ്. അതിന് പറയുന്നതാണ് ഫോർഷിമർ സ്പോട്ട് ഓൺ സോഫ്റ്റ് പാലേറ്റ്. അപ്പൊ മറ്റേത് എവിടാണ്? ബക്കൽ മ്യൂക്കോസയിലാണ് ആ ഒരു കോപ്ലിക് സ്പോട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇത് കാണുന്നത് എവിടാണ്? സോഫ്റ്റ് പാലേറ്റിലാണ്. ഏത് കാണുന്നത്? ഈ പറയുന്ന ഒരു സ്മോൾ റെഡ് സ്പോട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ക്ലിയർ ആയോ? അതായത് മീസിൽസിന്റെയും ജർമ്മൻ മീസിൽസിന്റെയും രണ്ടിന്റെയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ നോക്കിയത്. അതിനകത്ത് മീസിൽസിന്റെ പോസിറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത് റുബിയോള, ജർമ്മൻ മീസിൽസ് ആണെങ്കിൽ റുബെല്ല. അതിനകത്ത് രണ്ടിന്റെയും തമ്മിലുള്ള ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നമ്മൾ പറയുന്നുണ്ട്. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് കോപ്ലിക് സ്പോട്ട്. അത് പഠിക്കുമ്പോൾ മറ്റേതും പഠിക്കാൻ മറക്കരുത്. ഫോർഷിമർ സ്പോട്ട് എന്താണ് എന്നുള്ളതും അതിന്റെ കളർ പഠിക്കണം, എവിടെയാണ് കാണുന്നത് എന്നുള്ളതും പഠിക്കണം. കേട്ടോ? നെക്സ്റ്റ്
essential healthcare is included in which of the following? Secondary healthcare ആണോ, tertiary healthcare ആണോ, tertiary healthcare ആണോ, primary healthcare ആണോ, അതല്ല all of the above ആണ്? നമ്മൾ പറഞ്ഞായിരുന്നു, പഠിച്ചായിരുന്നു എന്താണ് primary healthcare is otherwise known as health എന്താണ് essential healthcare എന്നുള്ളത് നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഇനി which is the element is excluded in the elements of primary health care? Primary health careൽ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നത് അത് ബാക്കിയെല്ലാം എന്താണ് primary health careന്റെ എലമെന്റ് ആണ്. ഏത് ഒന്നൊഴികെ? ഏതാണ്? ഇമ്മ്യൂണൈസേഷൻ ആണോ, ന്യൂട്രീഷൻ ആണോ, മെറ്റേണൽ ആൻഡ് ചൈൽഡ് കെയർ ആണോ, ട്രീറ്റ്മെന്റ് ഓഫ് സെർവിക്കൽ ക്യാൻസർ ആണോ? ഏതാണ്? ഓപ്ഷൻ ഡി അല്ലെ. നമ്മൾ എലമെന്റ്സ് ഒരു 8 എലമെന്റ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനകത്ത് പെടുന്നതാണോ ഈ ട്രീറ്റ്മെന്റ് ഓഫ് സെർവിക്കൽ ക്യാൻസർ എന്ന് പറയുന്നത്? അല്ല. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ഫോർ ഡോഗ് ബൈറ്റ്? ഒരു ഡോഗ് ബൈറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്താണ്? എന്താണ്? വാഷ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ ഫോർ 15 മിനിറ്റ്സ്, അപ്ലൈ ആന്റിസെപ്റ്റിക്സ്, കവർ വിത്ത് ഡ്രസ്സിംഗ്, ഫ്യൂച്ചർ ദ വൂണ്ട്. ഇതിൽ ഏതാണ് എന്താണ് ഒരു ഡോഗ് ബൈറ്റ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പട്ടി കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്താണ്? എന്താണ് ആ ഏരിയ? സോപ്പ് ആൻഡ് വാട്ടർ ഉപയോഗിച്ച് വാഷ് ചെയ്യുക. എത്ര മിനിറ്റ്? ഒരു 15 മിനിറ്റ്സ്. ഇനി ഇൻ കേസ് സീഷർ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ പേഷ്യന്റിന് എന്ത് കൊടുക്കുക? ഹാംഫുൾ ആയിട്ടുള്ള ഒബ്ജക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? അവരുടെ അടുത്ത് നിന്ന് മാറ്റി വെക്കുന്നു. പിന്നെ എന്തോ ചെയ്യുന്നത്? പിന്നെ എന്താ പറയാ, ഡ്രൂളിംഗ് ഓഫ് മൗത്ത്, അതായത് സലൈവ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക? പേഷ്യന്റിനെ സലൈവ ഉണ്ടെന്നല്ല, സീഷർ വരുമ്പോൾ എന്താണ് ഡ്രൂളിംഗ് ഓഫ് മൗത്ത് വരാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പേഷ്യന്റിനെ എന്താണ് സൈഡ് ലൈൻ പൊസിഷനിലാണ് നമ്മൾ കിടത്തുന്നത്. അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ എന്താണ്? ആസ്പിരേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ആണ്. ക്ലിയർ ആയോ? Next question, what is the high level of infections beginning in the early life commonly affecting the pediatric population? അതായത് ഹൈ ലെവൽ ഓഫ് ഇൻഫെക്ഷൻസ് ബിഗിനിങ് ഇൻ ഏർലി ലൈഫ്, കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഏർലി ലൈഫിൽ കൂടുതലായിട്ടും കാണപ്പെടുന്ന ഇൻഫെക്ഷൻസ് കോമൺലി അഫക്റ്റിംഗ്, അതായത് അതിനെ എന്താണ് പറയുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം അതിന്റെ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഹോളോ എൻഡമിക് ആണോ, പാൻഡമിക് ആണോ, എപ്പിഡമിക് ആണോ, ഹൈപ്പർ എപ്പിഡമിക് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഏതാണ്? അതിന്റെ ആൻസർ വരുന്നത് ഹോളോ എൻഡമിക് ആണ്. ഹോളോ എൻഡമിക് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പീഡിയാട്രിക് പോപ്പുലേഷനിൽ അവർക്ക് എന്താ പറയുന്ന ഒരു ഹൈ ലെവൽ ഓഫ് ഇൻഫെക്ഷൻസ് ഉണ്ടാകും അവരുടെ ഏർലി ലൈഫിൽ. അപ്പം അങ്ങനെ വെക്കുന്ന പിന്നെന്താ പറയുന്ന അത് ഏത് ഇതിൽ വരും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. ഏതാണ്? ഹോളോ എൻഡമിക്, പാൻഡമിക്, എപ്പിഡമിക് ആൻഡ് ഹൈപ്പർ എപ്പിഡമിക്. ഏതിനകത്താണ് വരുന്നത്? ഹോളോ എൻഡമിക്കിലാണ് ഏത് വരുന്നത്? ഈ പറയുന്ന ഈ ഒരു കാര്യം വരുന്നത്. ഇനി ഒരു പാൻഡമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൺട്രി മുഴുവൻ ആ ഒരു ഡിസീസ് സ്പ്രെഡ് ആവുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? പാൻഡമിക് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എൻഡമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഡമിക് അല്ലെങ്കിൽ എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പിഡമിക് എന്ന് പറയുമ്പോൾ എന്ത് വരും? ഔട്ട് ബ്രേക്ക് ഉണ്ടാവുകയാണ് അല്ലെ. അതൊരു പർട്ടിക്കുലർ ജിയോഗ്രഫിക്കൽ ഏരിയയിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനിൽ ഈ ഒരു ഡിസീസ് എന്താണ് റാപ്പിഡ്ലി സ്പ്രെഡ് ആവുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? എപ്പിഡമിക് എന്ന് പറയുന്നത്. ഇപ്പം എപ്പിഡമിക് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഇൻഫ്ലുവൻസ, മീസിൽസ്, ഇതെല്ലാം എപ്പിഡമിക്കിനകത്ത് വരുന്നുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഈ ഹൈപ്പർ എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ ഹൈപ്പർ എൻഡമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പർ എൻഡമിക് എന്ന് പറഞ്ഞാൽ എന്താ? അതെന്ന് പറഞ്ഞാൽ എന്താ? ഒരു കോൺസ്റ്റന്റ്ലി പ്രസന്റ് ഇൻ എ ഹൈ റേറ്റ് ഓഫ് പോപ്പുലേഷൻ അഫക്റ്റിംഗ് ഓൾ ഏജ് ഗ്രൂപ്പ് ഈക്വലി. എല്ലാ ഏജ് ഗ്രൂപ്പിനെയും ഒരേപോലെ അഫക്ട് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ഹൈപ്പർ എൻഡമിക് എന്ന് പറയുന്നത്. അതേസമയം ഹൈപ്പർ എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പർ
ക്ലിയർ ആയോ? അപ്പം ഇതിനകത്തെന്ന് പറഞ്ഞാൽ എന്താണ്, ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത്, ഇതെല്ലാം ക്വസ്റ്റ്യനുകളാണ്. പോളോ എൻഡമിക് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ എന്താണ് ഏരിയയിൽ, അതായത് പർട്ടിക്കുലർ പീഡിയാട്രിക് പോപ്പുലേഷനിൽ എടുത്ത് നോക്കുമ്പം അവരുടെ ലെവൽ ഓഫ് ഇൻഫെക്ഷൻ ഹൈ ആവും. എവിടാണ്? ഏർലി ലൈഫിൽ. അപ്പം ഏർലി ലൈഫിൽ ആ ഒരു ഇത് എന്താ പറയുന്നത്, ഹൈ ആകുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, പോളോ എൻഡമിക് എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താണ്, the fever ascends in the step ladder fashion is seen in. Fever ascends in the step ladder fashion. Step ladder fashionൽ ഫീവർ കാണുന്നത് എവിടെ, എന്താ പറയാ, ഏത് ഡിസീസ് കണ്ടീഷനിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതിലാണ്? ടൈഫോയിഡിലാണ് സ്റ്റെപ്പ് ലാഡർ ഫാഷൻ ഫീവർ നമുക്ക് കാണുന്നത്. ഇനി ഈ പറയുന്നത് ട്യൂബർക്ലോസിസിലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കും? എലിവേറ്റഡ് ഫീവർ ആയിരിക്കും. അത് ഒക്കൂർ ചെയ്യുന്നത് എപ്പോഴായിരിക്കും? ഈവനിങ്ങിലായിരിക്കും എന്ത് വരുന്നത്? എലിവേറ്റഡ് ആയിട്ട് ഈ ഫീവർ വരുന്നത്. പിന്നെ മെനിഞ്ചൈറ്റിസ് ആണെങ്കിലോ അത് എന്ത് ചെയ്യും? വേരി ചെയ്തിരിക്കും. മെനിഞ്ചൈറ്റിസിന്റെ ഫീവറിന്റെ നേച്ചർ എപ്പോഴും വേരി ചെയ്തിരിക്കും. അതിന്റെ കോസ് അനുസരിച്ച് അത് എന്ത് ചെയ്തിരിക്കും? വേരി ചെയ്തിരിക്കും. മലേറിയ ആണെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഫീവർ ആണ് ഫോളോയിങ് സൈക്ലിക്കൽ പാറ്റേൺ. അവിടെ എന്താണ്? മലേറിയ ആണെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ഓഫ് ഫീവർ ആയിരിക്കും. അതിന് എങ്ങനെ ആയിരിക്കും? ഒരു സൈക്ലിക്കൽ പാറ്റേണിലായിരിക്കും അത് പോകുന്നത്. ക്ലിയർ ആയോ? അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എന്താണ് സ്റ്റെപ്പ് ലാഡർ ഫാഷനിലുള്ള ഫീവർ എങ്ങനെ, എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏതിന്റെ ആണെന്നാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ വരുന്നത് ടൈഫോയിഡ് ആണ്. ട്യൂബർക്ലോസിസിന്റെ ഫീവർ ആണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, അതിനകത്ത് ആ ഒരു എലിവേറ്റഡ് ഫീവർ ആയിരിക്കും. അത് ഈവനിങ്ങിലായിരിക്കും ഉണ്ടാകുന്നത്. മെനിഞ്ചൈറ്റിസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കോസ് അനുസരിച്ച് അതിന് വ്യത്യാസം വരും. മലേറിയ ആണെന്നുണ്ടെങ്കിൽ ഹൈ ഫീവർ ആൻഡ് ടെമ്പറേച്ചർ ആയിരിക്കും ഫോളോയിങ് ഒരു സൈക്ലിക്കൽ പാറ്റേൺ ആയിട്ടായിരിക്കും അത് വരുന്നത്. ക്ലിയർ ആയോ? അടുത്ത ഇപ്പൊ നമ്മൾ പഠിച്ചായിരുന്നു, എന്താണ് കോപ്ലിക് സ്പോട്ട് കാണുന്നത് ഏതിലാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചായിരുന്നു. ഏതിലാണ് കാണുന്നത് കോപ്ലിക് സ്പോട്ട് കാണുന്നത്? മീസിൽസിലാണ് കാണുന്നത്. ഇവിടെ നമ്മൾ ആൻസർ എഴുതിയേക്കുന്നത് സ്മോൾ പോക്സ് എന്നാണ്. സ്മോൾ പോക്സ് അല്ല. ഏതിനകത്താണ് വരുന്നത്? മീസിൽസിലാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ നോക്കാം. The causative organism of mumps is called as. ഏതാണ്? മംസിന്റെ കോസേറ്റീവ് ഓർഗാനിസം ഏതാണ്? ഓപ്ഷൻ എ പാരാമിക്സോ വൈറസ് ആണോ? ഓപ്ഷൻ ബി വേരിയോള വൈറസ് ആണോ? ഓപ്ഷൻ സി വേരിസെല്ല സോസ്റ്റർ വൈറസ് ആണോ? ഓപ്ഷൻ ഡി ആർബോ വൈറസ് ആണോ? ഏതിലാണ് മംസിന്റെ ഇത് കാണുന്നത് ഏതിലാണ് എന്നാണ് ചോദ്യം. ഏത് വൈറസിലാണ് മംസിന്റെ ഇത് കാണുന്നത്? ഏതിലാണ് കാണുന്നത്? പാരാമിക്സോ വൈറസിലാണ് മംസിന്റെ കോസിറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത്. അതൊരു RNA വൈറസ് ആണ്. ഇനി വേരിയോള വൈറസ് എന്ന് പറയുന്നത് എന്തിന്റെയാണ്? അതെന്ന് പറയുന്നത് സ്മോൾ പോക്സിന്റെ ആണ്. ഏതെന്ന് പറയുന്നത്? വേരിയോള വൈറസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആർബോ വൈറസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ആർബോ വൈറസ് ആണ് ഈ ഡെങ്കു ഫീവർ, സിക്ക വൈറസ്, യെല്ലോ ഫീവർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കോസ് ചെയ്യുന്നത് എന്താണ്? ഈ ആർബോ വൈറസ് ആണ്. ക്ലിയർ ആയോ? അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മംസിന്റെ കോസേറ്റീവ് ഓർഗാനിസം ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. വേരിയോള എന്ന് പറയുന്നത് എന്തിന്റെയാണ്? സ്മോൾ പോക്സിന്റെ ആണ്. ആർബോ വൈറസ് എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ പോസിറ്റീവ് ആയിട്ട് വരും? അത് എന്തൊക്കെ ഉണ്ടാക്കുന്നു? ഡെങ്കു ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഏതാണ്? അതേപോലെ തന്നെ സിക്ക വൈറസ് ഉണ്ടാക്കുന്നുണ്ട്. യെല്ലോ ഫീവർ, ഇതെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഇനി വേരിസെല്ല സോസ്റ്റർ എന്ന് പറഞ്ഞാൽ ആ വൈറസ് എന്തിന്റെയാണ്? ചിക്കൻ പോക്സിന്റെ ആണ് എന്തെന്ന് പറയുന്നത്? വേരിസെല്ല സോസ്റ്റർ വൈറസ് എന്ന് പറയും. ക്ലിയർ ആയോ? ഇതെല്ലാം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളും അതിന്റെ എക്സ്പ്ലനേഷനും എല്ലാം ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പൊ ഒരുപാട് തവണ ഈ ഇരുന്ന് എക്സ്പ്ലനേഷനും കാര്യങ്ങളും എല്ലാം പറയുന്നത്. അതെല്ലാം ഒന്ന് എന്താ പറയാ, ഒന്ന് നോട്ട് ചെയ്തോണം കേട്ടോ. ഇനി immunization is secondary prevention, tertiary, option A secondary prevention, option B primary prevention, option C tertiary prevention and option D all of the above. അപ്പൊ നമ്മൾ ഇത് നോക്കുമ്പം ലെവൽസ് ഓഫ് പ്രിവെൻഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ലെവൽസ് ഓഫ് പ്രിവെൻഷനകത്ത് എന്താണ്? പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്, പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറയുന്നു. പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറയുന്നത് ആ ഒരു റിസ്ക് ഫാക്ടറിനെ നമ്മൾ മൂടോടെ പിഴുതെറിയുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറയുന്നു. പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്
ഹെൽത്ത് എഡ്യൂക്കേഷൻ സ്പെസിഫിക് പ്രൊട്ടക്ഷൻ അതുവഴിയൊക്കെ നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ഈ സ്പെസിഫിക് പ്രൊട്ടക്ഷനിനകത്താണ് നമ്മൾ എന്തൊക്കെ പഠിക്കുന്നത്, ഈ പറയുന്ന ഇമ്മ്യൂണൈസേഷനെ, അതേപോലെ തന്നെ കീമോ പ്രൊഫൈലാക്സിസ്, അതായത് ഈ ഡാക്സോൺ ഫോർ ലെപ്രസി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കത്തില്ലേ. അപ്പം അതെല്ലാം വരുന്നത് എന്താണ്, ഈ പറയുന്ന എന്താണ് സ്പെസിഫിക് പ്രൊട്ടക്ഷനകത്താണ്. ആ സ്പെസിഫിക് പ്രൊട്ടക്ഷന്റെ അണ്ടറിൽ വരുന്നതാണ് എന്തെന്ന് പറയുന്നത് ഇമ്മ്യൂണൈസേഷൻ. അത് ഏതിന്റെ അണ്ടറിൽ വരുന്നതാണ്, പ്രൈമറി പ്രിവെൻഷനിൽ വരുന്നതാണ്. സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡറി പ്രിവെൻഷനകത്താണ് നമ്മൾ ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ടേർഷറി പ്രിവെൻഷനകത്താണ് നമ്മൾ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നത്. ക്ലിയർ ആയോ? അപ്പം ഇതിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് പ്രൈമറി പ്രിവെൻഷൻ ആണ്. അതിനകത്ത് ഏതിനകത്ത് വരുന്നതാണ്, സ്പെസിഫിക് പ്രൊട്ടക്ഷനകത്ത് വരുന്നതാണ്. ക്ലിയർ ആയോ? നെക്സ്റ്റ് എന്താണ്, ദ എൻട്രി ആൻഡ് ദ ഡെവലപ്മെന്റ് ഓഫ് ഇൻഫെക്ഷ്യസ് ഏജന്റ് ഇൻ ദ ബോഡി ഓഫ് എ മാൻ ഈസ് കോൾഡ് ആസ്. അതായത് ഒരു എന്താ പറയാ എൻട്രി, അതായത് നമ്മുടെ ഒരു ഇൻഫെക്ഷ്യസ് ഏജന്റ് നമ്മുടെ ബോഡിയിലോട്ട് എൻട്രി ആയിട്ട് അത് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു ഇതിന് എന്താണ് പറയുന്നത്, എന്താണ്? ഓപ്ഷൻ എ കണ്ടാമിനേഷൻ, ഓപ്ഷൻ ബി ഡിസീസ്, ഓപ്ഷൻ സി ഇൻഫെസ്റ്റേഷൻ, ഓപ്ഷൻ ഡി എപ്പിഡമിക്. എന്താണ് പറയുന്നത്? ഓപ്ഷൻ സി ഇൻഫെസ്റ്റേഷൻ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ദ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് BCG വാക്സിൻ എന്ന് പറയുന്നത് എത്രയാണ്? റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് BCG വാക്സിൻ എന്ന് പറയുന്നത് ഏതാണ്? ഒന്ന് ഓപ്ഷൻ എ ഇൻട്രാമസ്കുലാർ ആണോ, ഓപ്ഷൻ ബി ഓറലെ ആണോ, ഇൻട്രാഡേർമലി ആണോ, സബ്ക്യൂട്ടേനിയസ്ലി ആണോ? എങ്ങനെയാണ്? നമുക്കറിയാം അല്ലെ, ഇൻട്രാഡേർമലി ആണ്. 0.01 ml ആണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, BCG നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ജനിച്ച ഉടനെ തന്നെ കൊടുക്കുന്നത് അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? വാട്ട് ഈസ് ദ കേസ് കം ഫ്രം ദ attention of investigator? What is the first case comes under എന്താണ്, അല്ലെങ്കിൽ ഒരു ആദ്യത്തെ കേസ് അതാ ഒരു ഇൻവെസ്റ്റിഗേറ്ററിന്റെ ശ്രദ്ധയിൽ പെടുന്ന ഫസ്റ്റ് കേസിനെ പറയുന്ന പേരെന്താണ്? പ്രൈമറി കേസ് ആണോ, സെക്കൻഡറി കേസ് ആണോ, ഇൻഡെക്സ് കേസ് ആണോ, ഓർ കാരിയർ ആണോ? ഏതാണ് പറയുന്നത്? ഇൻഡെക്സ് കേസ് എന്നാണ് അതിന് പറയുന്നത്. ഏതാണ്? ഒരു ഫസ്റ്റ് ഒരു ഡിസീസ് അല്ലെങ്കിൽ ഒരു കേസ് ആദ്യം ഇൻവെസ്റ്റിഗേറ്ററിന് എന്താ പറയുന്ന അറ്റൻഷൻ പിടിക്കുന്ന അല്ലെങ്കിൽ അവര് ഫോക്കസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഇൻഡെക്സ് കേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി അപ്പൊ പ്രൈമറി കേസ് റെഫേഴ്സ് ടു ദ ഫസ്റ്റ് കേസ് ഓഫ് എ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ പോപ്പുലേഷൻ. പ്രൈമറി കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മ്യൂണിക്കബിൾ, അതായത് ഒരു കമ്മ്യൂണിറ്റിയിൽ ഫസ്റ്റ് കേസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? പ്രൈമറി കേസ് എന്ന് പറയുന്നത്. സെക്കൻഡറി കേസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ദോസ് ഡെവലപ്പിംഗ് ഫ്രം കോണ്ടാക്ട് വിത്ത് പ്രൈമറി കേസ്. പ്രൈമറി കേസുമായിട്ട് കോണ്ടാക്ട് വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? സെക്കൻഡറി കേസ് എന്ന് പറയുന്നത്. സസ്പെക്ടഡ് കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻ ഇൻഡിവിജ്വൽ ഹു ഹാസ് ഓൾ ടൈപ്പ് ഓഫ് സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ഡിസീസ് ദാറ്റ് ഹാസ് നോട്ട് ബീൻ ഡയഗ്നോസ്ഡ്. അല്ലെങ്കിൽ അവര് യാതൊരു തരത്തിലുള്ള സിംറ്റംസും അവർ കാണിക്കത്തുമില്ല, അത് എന്ത് ചെയ്യത്തില്ല, അത് ഡയഗ്നോസ് ചെയ്തിട്ടുമില്ല. അങ്ങനെയുള്ള കേസുകളെയാണ് എന്തെന്ന് പറയുന്നത്? സസ്പെക്ടഡ് കേസ് എന്ന് പറയുന്നത്. അപ്പം എന്താണ്, ഇപ്പം ക്ലിയർ ആയോ? പ്രൈമറി കേസ് എന്ന് പറഞ്ഞാല് ഒരു എന്താണ് ഫസ്റ്റ് കേസ്, കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ ഒരു ഫസ്റ്റ് കേസ് ഒരു പോപ്പുലേഷനിൽ വരുന്നതിനാണ് പ്രൈമറി കേസ് എന്ന് പറയുന്നത്. ഈ പ്രൈമറി കേസുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് വരുന്ന ആൾക്കാരെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? സെക്കൻഡറി കേസ് എന്ന് പറയുന്നത്. സസ്പെക്ടഡ് കേസ് എന്ന് പറയുന്നത് അവർക്ക് ആ ഒരു ഡിസീസിന്റെ എല്ലാ തരത്തിലുള്ള സൈൻസ് ആൻഡ് സിംറ്റംസും കാണും, പക്ഷെ അത് എന്ത് ചെയ്തിട്ടില്ല, അത് അവർ ഇതുവരെ ഡയഗ്നോസ് ചെയ്ത് എടുത്തിട്ടില്ല. ഇൻഡെക്സ് കേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. ഇൻഡെക്സ് കേസ് എന്ന് പറയുന്നത് ഫസ്റ്റ് കേസ് കെയിം ടു ദ അറ്റൻഷൻ ടു ദ ഇൻവെസ്റ്റിഗേറ്റർ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസ് ഈസ് നോൺ ആസ് ദ ബാരോമീറ്റർ ഓഫ് സോഷ്യൽ വെൽഫെയർ? ഇത് പലതവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ എന്താണ് ബാരോമീറ്റേഴ്സ് ഓഫ് സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്ന ഡിസീസ് ഏതാണ്? ഓപ്ഷൻ എ TB, ഓപ്ഷൻ ബി ലെപ്രസി, ഓപ്ഷൻ സി കോളറ, ഓപ്ഷൻ ഡി മലേറിയ.
ഓപ്ഷൻ ഏതാണ് ഇതിനകത്ത് എന്താ ബാരോമീറ്റർ ഓഫ് സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്നത്? ഏതാണ്? ട്യൂബർക്ലോസിസിനെയാണ് എന്ത് ബാരോമീറ്റേഴ്സ് ഓഫ് സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്മോൾ പോക്സ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ പോൾ എൻറിച്ച്, ലൂയിസ് പാസ്റ്റർ, റോബർട്ട് കോച്ച്, എഡ്വേർഡ് ജെന്നർ. ആരാണ് സ്മോൾ പോക്സ് വാക്സിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? എന്താണ്? ആരാണ്? എഡ്വേർഡ് ജെന്നർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് എന്ത് ഇത് ചെയ്തത്? സ്മോൾ പോക്സ് വാക്സിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ വ്യക്തിയെ പറയുന്ന പേരാണ് ഫാദർ ഓഫ് സെൽ ഇമ്മ്യൂണോളജി. ക്ലിയർ ആയോ? എന്താണ് ഫാദർ ഓഫ് സെൽ ഇമ്മ്യൂണോളജി? ഈ സ്മോൾ പോക്സ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? ഏത് വാക്സിൻ ആണ് അവിടെ ഒരു സ്കോർ ലീവ്, ഒരു എന്താ പറയുന്ന ഒരു സ്കാർ ലീവ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സ്മോൾ പോക്സ് വാക്സിൻ ആണ് അവിടെ സ്കാർ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. ക്ലിയർ ആയോ? അപ്പം എന്താണ് നമ്മുടെ സ്മോൾ പോക്സ് വാക്സിൻ കണ്ടുപിടിച്ചത് എഡ്വേർഡ് ജെന്നർ ആണ്. ആ പുള്ളിക്കാരനെ എന്താണ് മറ്റൊരു പേരും, അതായത് എന്താണ് പുള്ളിക്കാരന്റെ വേറൊരു സവിശേഷത എന്ന് പറഞ്ഞാല് പറയുന്നത് എന്താണ്? ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് സെൽ ഇമ്മ്യൂണോളജി. ഈ സ്മോൾ പോക്സ് വാക്സിൻ എടുത്ത അവിടെ എന്തായിരിക്കും? ഒരു സ്കാർ അവിടെ എന്ത് ചെയ്യും? ലെഫ്റ്റ് ചെയ്തിരിക്കും. ഇനി പോൾ എൻറിച്ച് എന്ന് പറയുന്നത് കീമോതെറാപ്പിയുടെ ഫൗണ്ടർ ആണ്. എന്തെന്ന് പറയുന്നത്? പോൾ എൻറിച്ച് എന്ന് പറയുന്നത് ആ വ്യക്തിയാണ് എന്താണ് ആർസ്പെനാമിൻ അല്ലെങ്കിൽ സൾവോർസാൻ എന്ന് പറയുന്ന ഒരു ഡ്രഗ്. അതൊരു ഫസ്റ്റ് ആന്റിബയോട്ടിക് ആണ്. അതൊരു എഫക്റ്റീവ് ട്രീറ്റ്മെന്റുമാണ്. എന്തിനുള്ള? സിഫിലിസിനുള്ള ഒരു എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് കൂടി ആണ്. അപ്പം എന്താണ് പോൾ എൻറിച്ച് എന്ന് പറഞ്ഞാല് ഹീസ് ദ ഫൗണ്ടർ ഓഫ് കീമോതെറാപ്പി. സൾവോർസൻ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് അല്ലെങ്കിൽ ആ ഒരു ഡ്രഗ് അതെന്താണ്? ഒരു ആന്റിബയോട്ടിക് ആണ്. അതേപോലെ തന്നെ സിഫിലിസിന്റെ ട്രീറ്റ്മെന്റിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ആന്റിബയോട്ടിക്കും കൂടാണ്. എന്തെന്ന് അല്ലെങ്കിൽ ഫസ്റ്റ് മെഡിസിനൽ ട്രീറ്റ്മെന്റ് കൂടിയാണ് എന്തിനുള്ളത്? സിഫിലിസിനുള്ളത്. ഈസ് പാസ്റ്റർ എന്ന് പറയുന്നത് എന്തിനൊക്കെയാണ്? പാസ്റ്ററൈസേഷൻ, ഡെവലപ്മെന്റ് ഓഫ് റാബീസ് വാക്സിൻസ് ആൻഡ് ഹിസ് കോൺട്രിബ്യൂഷൻ ടു ദ ജേം തിയറി ഓഫ് ഡിസീസ് ആണല്ലോ. അപ്പം ജേം തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജേം തിയറി ഓഫ് ഡിസീസ് കൊണ്ടുവന്നത് ആരാണ്? ലൂയിസ് പാസ്റ്റർ ആണ്. പാസ്റ്ററൈസേഷൻ, അതുപോലെ തന്നെ എന്താണ് വാക്സിൻസ്, ഏതിന്റെയാണ്? റേബീസിന്റെ വാക്സിൻസും എല്ലാം അതിന്റെ എല്ലാം കോൺട്രിബ്യൂഷൻ ചെയ്ത ആളാണ് ആരെന്ന് പറയുന്നത്? ലൂയിസ് പാസ്റ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അടുത്ത റോബർട്ട് കോച്ച്. റോബർട്ട് കോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് വൈഡ്ലി കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് മോഡേൺ ബാക്ടീരിയോളജി. അപ്പം റോബർട്ട് കോച്ച് എന്ന് പറഞ്ഞാൽ ആരാണ്? ഫാദർ ഓഫ് മോഡേൺ ബാക്ടീരിയോളജി ആണ്. അതുപോലെ തന്നെ എന്താണ്? ഫാദർ ഓഫ് ട്യൂബർക്ലോസിസ്. ട്യൂബർക്ലോസിന്റെ ഫാദർ ആയിട്ടും അറിയപ്പെടുന്നത് ആരെയാണ്? റോബർട്ട് കോച്ചിനെ. ക്ലിയർ ആയോ? നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? സ്മോൾ പോക്സ് വാക്സിൻ കൊണ്ടുവന്നത് ആരാണ് എന്നുള്ളതാണ് പറഞ്ഞത്. അതിൽ നിന്നുള്ള ബാക്കിയുള്ള സബ് പോയിന്റുകളാണ് ബാക്കി പറഞ്ഞത്. അടുത്ത എന്താ? Which of the following sexually transmitted infection is caused by virus? Option A, chlamydia. Option B, gonorrhea. Option C, syphilis. Option D, genital herpes. അപ്പം അതറിയണം ഏതൊക്കെയാണ് ബാക്ടീരിയ കോസ് ചെയ്യുന്ന സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസും അതുപോലെ എന്താണ് ഏതാണ് വൈറസ് കോസ് ചെയ്യുന്ന സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസും ഏതാണെന്നുള്ളത് അറിയണം. അപ്പൊ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ ഈസ് കോസ്ഡ് ബൈ എ വൈറസ്? ക്ലമഡിയ ആണോ, ഗൊണേറിയ ആണോ, സിഫിലിസ് ആണോ, ജനൈറ്റൽ ഹെർപ്പിസ് ആണോ? അപ്പൊ ഇതിനകത്ത് നമ്മൾ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ബാക്ടീരിയയിലും കോസ് ചെയ്യുന്നുണ്ട്, വൈറസ് ആയാലും കോസ് ചെയ്യുന്നുണ്ട്. അതിൽ വൈറസ് ആയിട്ടുള്ളത് ഏതാണ്? ജനൈറ്റൽ ഹെർപ്പിസ് എന്ന് പറയുന്നതാണ് ഏത് വൈറസ് ആയിട്ട് കോസ് ചെയ്യുന്നത്? വൈറസ് ഡിസീസ് ആണ്. അതിന്റെ കോസേറ്റീവ് ഓർഗാനിസം ആണ് എന്തെന്ന്, അല്ലെങ്കിൽ കോസേറ്റീവ് ആയിട്ടുള്ള വൈറസ് ആണ് ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ് എന്ന് പറയുന്നത്. അപ്പം പിന്നെ നമ്മൾ അറിയേണ്ടതെന്ന് പറഞ്ഞാല്
ഈ ക്ലമഡിയ, ഗൊണേറിയ, സിഫിലിസ് ഇതെല്ലാം കോസ് ചെയ്യുന്ന ഓർഗാനിസം എന്ന് പറയുന്നത് ബാക്ടീരിയ ആണ്. കേട്ടല്ലോ. അപ്പം തിരിഞ്ഞു പോകരുതേ. ഇതിനകത്ത് ഏതൊക്കെയാണ് ബാക്ടീരിയ, ഏതൊക്കെയാണ് വൈറസ് എന്നുള്ളത് തിരിഞ്ഞു പോകരുത്. ഇനി സിഫിലിസ് കോസ് ചെയ്യുന്നത് ഏതാണ്? ട്രെപ്പോണീമ പാലിഡം എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് എന്ത് കോസ് ചെയ്യുന്നത്? സിഫിലിസ് കോസ് ചെയ്യുന്നത്. ഇനി ഗൊണേറിയ ആണെങ്കിലോ, ഗൊണേറിയ ആണെന്നുണ്ടെങ്കിൽ നിസീരിയ ഗൊണേറിയ എന്ന് പറയുന്ന ആളാണ് ഇതാണ് എന്തെന്ന് പറയുന്നത് ഗൊണേറിയ കോസ് ചെയ്യുന്ന ഓർഗാനിസം എന്ന് പറയുന്നത്. അപ്പം ക്ലിയർ ആയോ? ജനൈറ്റൽ ഹെർപ്പിസ് ഈസ് കോസ്ഡ് ബൈ ദ ഹെർപ്പിസ് എന്താണ് സിംപ്ലസ് വൈറസ്. പിന്നെന്ന് പറഞ്ഞാല് എന്താണ്, പിന്നെ അതിന് ശേഷം പിന്നെന്താണ് വരുന്നത്? ഇതിനകത്ത് വൈറസ് കോസ് ചെയ്യുന്ന ഓർഗാനിസം അല്ലെങ്കിൽ വൈറസ് കോസ് ചെയ്യുന്ന ഡിസീസ് എന്ന് പറയുന്നത് ഏതാണ്? ജനൈറ്റൽ ഹെർപ്പിസ് ആണ്. ബാക്കി മൂന്നും എന്താണ്? ബാക്ടീരിയ ആണ് കോസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അടുത്ത എന്താണ്? വിച്ച് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ പെയിൻഫുൾ ബ്ലിസ്റ്റേഴ്സ് ഓൺ ദ ജെനിറ്റൽ. ജെനൈറ്റൽ ഏരിയയിൽ പെയിൻഫുൾ ബ്ലിസ്റ്റർ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ ഏതാണ് എന്നാണ്. ഏതാണ്? ഓപ്ഷൻ എ സിഫിലിസ് ആണോ? ഓപ്ഷൻ ബി ജെനൈറ്റൽ ഹെർപ്പിസ് ആണോ? ഓപ്ഷൻ സി ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണോ? ഓപ്ഷൻ ഡി എന്താണ്? ട്രൈക്കോമോണിയാസിസ് ആണോ? അപ്പം ഇതിൽ ഏതാണ് എന്താണ് പെയിൻഫുൾ ബ്ലിസ്റ്റർ ആയിട്ട് എന്താണ് പെയിൻഫുൾ ബ്ലിസ്റ്റർ ആയിട്ട് കാണുന്നത്, അല്ലെങ്കിൽ പെയിൻഫുൾ ബ്ലിസ്റ്റർ ആയിട്ട് ജെനൈറ്റൽ ഏരിയയിൽ കാണിക്കുന്ന ആ ഒരു ഓർഗാനിസം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ജെനൈറ്റൽ ഹെർപ്പിസ് എന്ന് പറയുന്ന സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷനിലാണ് എന്ത് വരുന്നത്? പെയിൻഫുൾ ബ്ലിസ്റ്റേഴ്സ് ജെനൈറ്റൽ ഏരിയയിൽ വരുന്നത്. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? The sexually transmitted infection causes ulceration of the urogenital tract, mouth and rectum. എവിടൊക്കെയാണ്? യൂറോജെനൈറ്റൽ ട്രാക്റ്റിലും മൗത്തിലും റെക്ടത്തിലും ഒക്കെ എന്താണ് അൾസറേഷൻ ഉണ്ടാക്കുന്ന ഏതാണ്? അൾസറേഷൻ ഉണ്ടാക്കുന്ന സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ഏതാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഏതാണ്? ഓപ്ഷൻ എ സിഫിലിസ് ആണോ? ഓപ്ഷൻ ബി എന്താണ് ജെനൈറ്റൽ ഹെർപ്പിസ് ആണോ? ഓപ്ഷൻ സി ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണോ? ഓപ്ഷൻ ഡി ട്രൈക്കോമോണിയാസിസ് ആണോ? ഏതാണ്? ഓപ്ഷൻ എ സിഫിലിസിലാണ് എന്ത് വരുന്നത്? അൾസറേഷൻ ഉണ്ടാകുന്നത്. എവിടെ? മൗത്തിലും റെക്ടത്തിലും യൂറോജെനൈറ്റൽ ട്രാക്റ്റിലും എല്ലാം എന്ത് വരുന്നത്? അൾസറേഷൻ വരുന്നത്. ക്ലിയർ ആയോ? അപ്പം എന്താ ക്ലിയർ ആയെന്ന് ഞാൻ കരുതുന്നു. അതായത് വിച്ച് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ എന്ന പെയിൻഫുൾ ബ്ലിസ്റ്റേഴ്സ് ഉണ്ടാക്കുന്നത് ഹെർപ്പിസ് ആണ്, ജെനൈറ്റൽ ഹെർപ്പിസ് ആണ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അതെന്ന് പറയുന്നത് എന്താണ്? അതിന്റെ എന്താണ് സെർവിക്കൽ ക്യാൻസർ അല്ലെങ്കിൽ കോസ് ചെയ്യുന്ന ഒരു ഇതാണ് എന്തെന്ന് പറയുന്നത്? ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താണ്? വിച്ച് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ കോസസ് പാരസൈറ്റിക് ഇൻഫെക്ഷൻസ് ലീഡ്സ് ടു വജൈനൈറ്റിസ് ആൻഡ് വജൈനൽ ഡിസ്ചാർജ് ഇൻ വുമൺ. അതായത് അവിടെ ഒരുമാതിരി പാരസൈറ്റിക് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പം എന്താണ്? ജെനൈറ്റൽ ഏരിയയിൽ നിന്നും ഫൗൾ സ്മെല്ലിങ് അല്ലെങ്കിൽ ഒരു ഫ്രോത്തി യെല്ലോ ഗ്രീൻ വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാകുന്ന സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഓപ്ഷൻ എ സിഫിലിസ്, ഓപ്ഷൻ ബി എന്താണ് ഹെർപ്പിസ്, ഓപ്ഷൻ സി ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആൻഡ് ഓപ്ഷൻ ഡി ട്രൈക്കോമോണിയാസിസ്. അപ്പം ട്രൈക്കോമോണിയാസിസ് ആണ് എന്താണ്? ഒരു പാരസൈറ്റിക് ഇൻഫെക്ഷൻ. അപ്പം എന്താ? അല്ലെങ്കിൽ ഒരു ഫൗൾ സ്മെല്ലിംഗ് അല്ലെങ്കിൽ ഒരു ഫ്രോത്തി യെല്ലോ ഗ്രീൻ വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാക്കുന്ന ആ ഒരു സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസിന്റെ ക്വസ്റ്റ്യൻസ് മനസ്സിലായോ? ഇനി അടുത്ത വിച്ച് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ എന്താണ്? ക്ലമഡിയ ട്രോക്കോമാറ്റസ്. ഏതാണ്? ഓപ്ഷൻ എ ക്ലമഡിയ ആണോ? ഓപ്ഷൻ ബി ജെനൈറ്റൽ ഹെർപ്പിസ് ആണോ? ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണോ? ട്രൈക്കോമോണാസിസ് ആണോ? അത് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കിടന്നത് കൊണ്ടാണ് ഞാൻ നേരത്തെ ഓപ്ഷൻ സ്ലൈഡില് ഇതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസം പറയാതിരുന്നത്. എന്താണ് അപ്പം ഇതിന്റെ പോസിറ്റീവ് ഓർഗാനിസം? ക്ലമഡിയ ട്രൈക്കോമാറ്റിസ് എന്ന് പറയുന്ന എന്താ പറയുന്ന ഒരു ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ് ഏതെന്ന് പറയുന്നത്? ക്ലമഡിയ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി പ്രൈമറി സ്റ്റേജ് ഓഫ് സിഫിലിസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ.
നമുക്ക് സിഫിലിസ് എത്ര സ്റ്റേജിലാണെന്ന് അറിയാമോ? 3 സ്റ്റേജിലാണ് എന്താണ് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 3 അല്ല 4 സ്റ്റേജ് വരുന്നുണ്ട്. പ്രൈമറി, സെക്കൻഡറി, പിന്നെ ഏതാണ് ലേറ്റന്റ് ആൻഡ് ടേർഷറി എന്നും പറഞ്ഞിട്ടുള്ള സ്റ്റേജിലാണ് ഏത് വരുന്നത്? സിഫിലിസ് വരുന്നത്. അപ്പം ഈ സിഫിലിസിന്റെ പ്രൈമറി സ്റ്റേജിൽ എങ്ങനെയാണ് അത് ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ്? ഓപ്ഷൻ എ സ്കിൻ റാഷസ് ആണോ? ഓപ്ഷൻ ബി പെയിൻഫുൾ ജെനൈറ്റൽ അൾസേഴ്സ് ആണോ? ഓപ്ഷൻ സി പെയിൻലെസ് സോർ ആണോ? അല്ലെങ്കിൽ അതിന് പറയുന്നതാണ് കാൻക്രി. പിന്നെന്താണ്? ഫ്ലൂ ലൈക്ക് സിംറ്റംസ് ആണ്. ഇതിൽ ഏതാണ് എന്താ പ്രൈമറി സ്റ്റേജ് ഓഫ് സിഫിലിസിന്റെ ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത്? ഏതാണ്? പെയിൻലെസ് സോർ അല്ലെങ്കിൽ കാൻക്രീൻ ആണ് എന്തെന്ന് പറയുന്നത്? സിഫിലിസിന്റെ പ്രൈമറി സ്റ്റേജിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള സ്റ്റേജിന്റെ നോക്കാം. സിഫിലിസ് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്, യൂഷ്വലി സ്പ്രെഡ് ത്രൂ സെക്ഷുവൽ കോണ്ടാക്ട്. Congenital syphilis occurs when infection has passed from a parent to fetus during pregnancy and can result in stillbirth, infant death, and other health issues. Syphilis can present at different stages, so early diagnosis and treatment to prevent disease. ഇനി ഈ ടൈം പീരീഡ് ഉണ്ടല്ലോ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. പ്രൈമറി സിഫിലിസിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 10 to 90 days ആണ് ആഫ്റ്റർ ഇൻഫെക്ഷൻ. മനസ്സിലായോ? ഇനി അപ്പൊ എന്താണ് ഉണ്ടാകുന്നത്? പെയിൻലെസ് അൾസേഴ്സ് ഉണ്ടാകും. അതിന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? കാൻക്രി എന്ന് പറയുന്നത്. ഓൺ ദ ജെനൈറ്റൽസ് ഓർ മൗത്ത് ടിപ്പിക്കലി ഹീൽസ് ഓൺ ഇറ്റ്സ് ഓൺ വിത്തിൻ 3 to 6 weeks. അത് എന്താണ്? അത് സ്വന്തമായിട്ട് തന്നെ അത് എന്ത് ചെയ്യും? അത് നശിച്ചു പോകാറുണ്ട് 3 to 6 weeks ആവുമ്പോഴേക്കും. ഇനി സെക്കൻഡറി സിഫിലിസ് എന്ന് പറഞ്ഞാൽ അത് വേരി ചെയ്തിരിക്കും. 4 to 10 weeks ആണ് അതിന്റെ എന്താണ് പ്രൈമറി സ്റ്റേജ് കഴിഞ്ഞ് അടുത്ത രീതിയിലാണ് എന്ത് വരുന്നത്? 40 to 10 weeksലാണ് എന്ത് വരുന്നത്? സെക്കൻഡറി സിഫിലിസ് വരുന്നത്. അപ്പൊ അവിടെ എന്താണ് വരുന്നതെന്ന് അറിയാമോ? ഫുൾ ബോഡി റാഷസ് ആയിരിക്കും. അതായത് പാമിലും ഹാൻഡിലും ഫീറ്റിലും എല്ലാം എന്ത് വരും? ഈ പറയുന്ന ഒരു ബോഡി റാഷസ് അവിടെ വരും. അതുപോലെ തന്നെ ഫ്ലൂ ലൈക്ക് സിംറ്റംസും വരും. എന്താണ്? ഫീവർ, ഹെഡ് ഏക്ക്, സോർ ത്രോട്ട്, ഇതെല്ലാം എവിടെ വരും? ഈ സെക്കൻഡറി സിഫിലിസിനകത്തും വരും. ക്ലിയർ ആയോ? അപ്പൊ പ്രൈമറിക്കകത്ത് എന്താണ് പെയിൻലെസ് അൾസർ ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡറിക്കകത്ത് വരുന്ന എന്താണ്? ബോഡി ഫുൾ റാഷസ് വരും. മനസ്സിലായോ? ഫുൾ ബോഡി റാഷസ് വരും. എന്താണ് അത്? എവിടൊക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും? നമ്മുടെ കൈപ്പത്തിയിലും കാലിന്റെ പാദത്തിന്റെ അടിയിലും എല്ലാം എന്താണ് ഈ പറയുന്ന ഈ ഒരു റാഷസ് അവിടെ ഉണ്ടാവും. അത് കൂടാതെ ഫീവറും ഹെഡ് ഏക്കും സോർ ത്രോട്ടും ഒക്കെ കൂടെ വരും. ഇനി ലേറ്റന്റ് ആണെങ്കിലോ? ആഫ്റ്റർ അൺട്രീറ്റഡ് സെക്കൻഡറി സിഫിലിസ്. സെക്കൻഡറി സിഫിലിസ് അൺട്രീറ്റ് ചെയ്യുന്ന സമയത്താണ് എന്ത് വരുന്നത്? ഈ പറയുന്ന ലേറ്റന്റ് ഇൻഫെക്ഷൻ വരുന്നത്. അപ്പൊ അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? അവിടെ പ്രത്യേകിച്ച് എന്താ സിംറ്റംസോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. അത് എങ്ങനെയാണ്? കൺജനിറ്റലി ട്രാൻസ്മിറ്റ് ചെയ്യുക. എങ്ങനെയായിരിക്കും? അത് ട്രീറ്റ് ചെയ്യാതിരിക്കുമ്പം ആൻഡ് ക്യാൻ സ്റ്റിൽ ബി ട്രാൻസ്മിറ്റഡ് കൺജനിറ്റലി. ടേർഷറി ആണെന്നുണ്ടെങ്കിലോ ഇയേഴ്സ് എടുക്കും, വർഷങ്ങൾ എടുക്കും കേട്ടോ. അത് എന്താ പറയാ ആ ഒരു ടൈം പീരീഡ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ എന്താണ് അത് എങ്ങോട്ടൊക്കെ പോകും? നമ്മുടെ ബോഡിയെ കംപ്ലീറ്റ് അത് എന്ത് ചെയ്യും? ബാധിക്കുകയും ചെയ്യും. ബ്രെയിനില്, നെർവ്സില്, ഹാർട്ടില്, ബ്ലഡ് വെസൽസിൽ അവിടെ എല്ലാം പോകും. പ്രൈമറിയും സെക്കൻഡറിയും പഠിച്ചു വെക്കണേ, അത് ചോദിക്കും. പിന്നെ അത് അതിൻ്റെ അകത്ത് വരുന്ന വേറൊരു ഇതാണ് ന്യൂറോസിഫിലിസ് എന്ന് പറയുന്നത്. ന്യൂറോസിഫിലിസ് എന്ന് പറയുന്നത് ബ്രെയിനിലും സ്പൈനൽ കോഡിലും ആ ഒരു ഇൻഫെക്ഷൻ കിടക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ന്യൂറോസിഫിലിസ് എന്ന് പറയുന്നത്. അത് ഏത് സ്റ്റേജിലും, മെനിഞ്ചൈറ്റിസിന്റെ ഏത് സ്റ്റേജിലും വരാം. അതുപോലെ തന്നെ ഹിയറിംഗ് ലോസ്, ബ്ലൈൻഡ്നെസ്, പാരാലിസിസ്, ഡിമെൻഷ്യ, ഇതെല്ലാം അതിനകത്ത് വരാവുന്ന ഇതാണ്. ക്ലിയർ ആയോ? ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. PID is often a complication of which sexually transmitted disease? PID എന്ന് പറഞ്ഞാൽ എന്താണ്? പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസിനാണ് എന്തെന്ന് പറയുന്നത്? PID എന്ന് പറയുന്നത്. ഇത് കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന എന്താണ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണോ? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസിലാണോ? ക്ലമഡിയ ആൻഡ് ഗൊണേറിയയിലാണോ? സിഫിലിസ് ആൻഡ് ട്രൈക്കോമോണിയാസിലാണോ? ഹെർപ്പിസ് ജെനൈറ്റൽ ഹെർപ്പിസിലാണോ? ഹെപ്പറ്റൈറ്റിസ് ബിയിലാണോ? ഏതിലാണ് വരുന്നത്? ക്ലമഡിയ ആൻഡ് ഗൊണേറിയയുടെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടാണ് എന്ത് വരുന്നത്? പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് വരുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? വിച്ച് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ക്യാൻ ബി ഡയഗ്നോസ്ഡ് യൂസിങ് VDRL? VDRLന്റെ ഫുൾ ഫോം ചിലപ്പം ചോദിക്കും. ഏതാണ്?
വെനറൽ ഡിസീസ് റിസർച്ച് ലബോറട്ടറി ടെസ്റ്റ്. അതിനാണ് എന്തെന്ന് പറയുന്നത്? ലബോറട്ടറി എന്ന് മാത്രമേ ഉള്ളൂ. ഞാനത് ടെസ്റ്റ് എന്ന് ഇതിനകത്ത് ഏത് ടെസ്റ്റിൽ കൂടെ ആണെന്നുള്ള രീതിയിൽ ടെസ്റ്റ് എന്ന് എഴുതുക, ലബോറട്ടറി എന്ന് വരെ ഉള്ളൂ. അപ്പം എന്താണ്? സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഡയഗ്നോസ് ഏത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഡയഗ്നോസ് ചെയ്യാനാണ് EDRL ടെസ്റ്റ് ഉപയോഗിക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ എ HIV, ഓപ്ഷൻ ബി സിഫിലിസ്, ഓപ്ഷൻ സി ഗൊണേറിയ, ഓപ്ഷൻ ഡി ഹെപ്പറ്റൈറ്റിസ് ബി. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഏത് വരുന്നത്? സിഫിലിസ് ആണ് BDRL ടെസ്റ്റ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡയഗ്നോസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിയോനേറ്റൽ കൺജങ്ക്റ്റിവൈറ്റിസ് ക്യാൻ ബി കോസ്ഡ് ബൈ വിച്ച് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്? ഏതാണ്? നിയോനേറ്റൽ കൺജങ്ക്റ്റിവൈറ്റിസ് കോസ് ചെയ്യുന്നത് ഏത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിലാണ്? ഓപ്ഷൻ എ ഗൊണേറിയ ആണോ? ഓപ്ഷൻ എന്താണ്? ബി ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണോ? ഓപ്ഷൻ സി HIV ആണോ? ഓപ്ഷൻ ഡി ഹെർപ്പിസ് ആണോ? ഏതാണ്? ഗൊണേറിയയിലാണ് എന്താ നിയോനേറ്റൽ കൺജങ്ക്റ്റിവൈറ്റിസ് വരുന്നത്. ഇനി അടുത്ത ഏതാ? വിച്ച് ഓഫ് ദ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഈസ് പ്രൈമറിലി സ്പ്രെഡ് ത്രൂ സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട്? ഏതാണ് എന്താണ് സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്? ഏതാണ്? HIV ആണോ? HPV ആണോ? ഗൊണേറിയ ആണോ? ക്ലമഡിയ ആണോ? ഏതാണ്? ഹ്യൂമൻ എന്താണ് HPV ഇതാണ് ഏതെന്ന് പറയുന്നത്? സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഏതാ? Which sexually transmitted disease is also known as clap or drip? Clap or drip എന്ന് പറയുന്ന ഏത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിനെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഗൊണേറിയ, അതായത് ഓപ്ഷൻ സി ഗൊണേറിയ ആണ് എന്തെന്ന് പറയുന്നത്? ക്ലാപ്പ് ഓർ ഡ്രിപ്പ് എന്ന് പറയുന്ന സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. ഇതെല്ലാം പലതവണ ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടതാണ്. ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിനെ പറ്റി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ്. അതാണ് ഞാൻ ചെയ്തു വെച്ചേക്കുന്നത്. അത് ദയവ് ചെയ്ത് ഈ ക്ലാസ് ഒന്നെങ്കിൽ ഇത് എഴുതി വെക്കുക, എഴുതി വെച്ചിട്ട് പഠിക്കണം കേട്ടോ. കാരണം അറിയാനൊക്കത്തില്ല, ചിലപ്പോൾ ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കാണും. അടുത്ത ഏതാണ്? The first vaccine developed was against which disease? അതായത് ആദ്യത്തെ വാക്സിൻ ഏത് ഡിസീസിനെതിരെയാണ് ഡെവലപ്പ് ചെയ്തത്? ഏതാണ്? സ്മോൾ പോക്സ് ആണോ? ചിക്കൻ പോക്സ് ആണോ? മീസിൽസ് ആണോ? ടെറ്റനസ് ആണോ? ഏതാണ്? ഓപ്ഷൻ എ സ്മോൾ പോക്സ് ആണ് ഫസ്റ്റ് വാക്സിൻ ഡെവലപ്പ് ചെയ്തത്. Which form of influenza vaccine is live attenuated influenza vaccine? ഏതാണ് ലൈവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈവ് ആറ്റുനേറ്റഡ് ഇൻഫ്ലുവൻസ വാക്സിൻ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഓപ്ഷൻ എ ഇൻട്രാമസ്കുലർ, ഓപ്ഷൻ ബി ഇൻട്രോസിയസ് നേസൽ സ്പ്രേ ആൻഡ് ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി. ഏതാണ്? നേസൽ സ്പ്രേ ആണ് ഏതെന്ന് പറയുന്നത്? ലൈവ് ആറ്റുനേറ്റഡ് ഇൻഫ്ലുവൻസ വാക്സിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കിൽഡ് വാക്സിൻ? ഏതാണ് എന്തെന്ന് പറയുന്നത്? കിൽഡ് വാക്സിൻ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഓപ്ഷൻ എ യെല്ലോ ഫീവർ, ഓപ്ഷൻ ബി റോട്ടാവൈറസ്, ഓപ്ഷൻ സി ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ഓപ്ഷൻ ഡി സ്മോൾ പോക്സ്. ഏതാണ് കിൽഡ് വാക്സിൻ എന്നാണ് ചോദ്യം. ഏതാണ്? ഓപ്ഷൻ സി ഹെപ്പറ്റൈറ്റിസ് എ ആണ് എന്തെന്ന് പറയുന്നത്? കിൽഡ് വാക്സിൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ലൈവ് വാക്സിനും ഉണ്ട്, കിൽഡ് വാക്സിനും ഉണ്ട്. ലൈവ് വാക്സിനകത്ത് വരുന്നതാണ് മീസിൽസും MMR വാക്സിന്, വേരിസെല്ല, OPV. അതിനകത്ത് ഓറൽ പോളിയോ വാക്സിൻ എന്ന് പറയുന്നത് ലൈവ് വാക്സിനും ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ എന്ന് പറയുന്നത് എന്താണ്? കിൽഡ് വാക്സിനും ആണ്. അപ്പൊ ക്ലിയർ ആയോ? പിന്നെ BCG ഇത് ഇത്രയാണ് എന്തെന്ന് പറയുന്നത്? ലൈവ് വാക്സിൻ. ഏതൊക്കെയാണ്? MMR വാക്സിന്, പിന്നെ അത് കൂടാതെ വേരിസെല്ല വാക്സിന്, OPV, BCG. കിൽഡിനകത്ത് ഏതാണ് വരുന്നത്? ഡിഫ്തീരിയ വരുന്നുണ്ട്, ടെറ്റനസ് വരുന്നുണ്ട്, ടൈഫോയിഡ് വരുന്നുണ്ട്, IPV വരുന്നുണ്ട്, പെർട്ടൂസിസ് വരുന്നുണ്ട്. ക്ലിയർ ആയോ? അടുത്ത ഏതാണ്? ദ പ്രോസസ് ഓഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് വീക്കൻഡ് പാത്തോജൻ ഇൻടു എ ബോഡി ഈസ് നോൺ ആസ്. എന്താണ്? ഓപ്ഷൻ എ ഇമ്മ്യൂണൈസേഷൻ, ഓപ്ഷൻ ബി വാക്സിനേഷൻ, ഓപ്ഷൻ സി ആറ്റുനേഷൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോ. ഇതിൽ ഏതാണ്
എന്താണ് ഇതിന് എന്തിനാണ് എന്തെന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് എ വീക്കെൻഡ് പാത്തോജൻ ടു എ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് ഏതാണ് ഓപ്ഷൻ ബി വാക്സിനേഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ ഇമ്മ്യൂണിറ്റി വിച്ച് ആൻ ഇൻഡിവിജ്വൽ ഡെവലപ്പ് ആസ് എ റിസൾട്ട് ഓഫ് ഇൻഫെക്ഷൻ ഓർ ഇമ്മ്യൂണൈസേഷൻ ഏതാണ് പാസീവ് ഇമ്മ്യൂണിറ്റി ആണോ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആണോ ഹേർഡ് ഇമ്മ്യൂണിറ്റി ആണോ ഓൾ ഓഫ് ദ എബോവ് ആണ് ഏതാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആണ് ഇതിനകത്ത് വരുന്നത്. അതിനകത്ത് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഉണ്ട് പാസീവ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എക്സ്പോഷർ ടു എ പാത്തോജൻ ട്രിഗേഴ്സ് ആന്റിബോഡി പ്രൊഡക്ഷൻ. അതെന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇൻഫെക്ഷൻ ആവാം അല്ലെങ്കിൽ വാക്സിനേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാണ് ആ ഒരു ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാണ് നമ്മുടെ ബോഡിയിൽ. പാസീവ് എന്ന് പറയുമ്പോൾ എന്താണ് ദ പേഴ്സൺ ആന്റിബോഡി റാദർ ദാൻ പ്രൊഡ്യൂസിങ് ദം നാച്ചുറലി നമുക്ക് കിട്ടും അല്ലെ ഫ്രം ദ മദർ അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഇമ്മ്യൂണോ ഗ്ലോബുലിൻസ് വഴി എന്താണ് അത് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത് പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇനി വിച്ച് ടൈപ്പ് ഓഫ് വാക്സിൻ ഈസ് ഓറൽ പോളിയോ വാക്സിൻ ടോക്സോയിഡ് ലൈവ് ആറ്റുനേറ്റഡ് കിൽഡ് വാക്സിൻ ഇനാക്ടിവേറ്റഡ് വാക്സിൻ. നമ്മൾ പറഞ്ഞു ഓറൽ പോളിയോ എന്ന് പറയുന്നത് ലൈവ് വാക്സിൻ ആണ് ഇനാക്ടിവേറ്റഡ് പോളിയോ എന്ന് പറയുന്നത് കിൽഡ് വാക്സിൻ ആണ് അല്ലെ. അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത് സാൽക്ക് വാക്സിനും സാബിൻ വാക്സിനും. സാൽക്ക് എന്ന് പറഞ്ഞാൽ IPV ആണ്. ഇവിടെ എന്താണ് പിന്നെ OPV ആണ് വരുന്നത്. അത് ഡെവലപ്പ് ചെയ്തത് സാൽക്ക് ആണ്. എപ്പോഴാണ് 1953 പിന്നെ കിൽഡ് ഫോർമലൈസ്ഡ് വാക്സിൻ ആണ്. എക്സ്പെൻസീവ് ആണ്. അത് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന റൂട്ട് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സബ്ക്യൂ ആയിട്ടോ അല്ലെങ്കിൽ IM ആയിട്ടോ ആണ് ചെയ്യുന്നത്. നമ്മൾ കൂടുതലും എന്താണ് IM ആയിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. പിന്നെ ആന്റീരിയോ ലാറ്ററൽ ആസ്പെക്ട് ഓഫ് ദ തൈ ആണ്. ഡു നോട്ട് റബ് ദ സൈറ്റ് വാക്സിനേഷൻ. വാക്സിനേഷൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യത്തില്ല ആ ഒരു സൈറ്റ് നമ്മൾ റബ്ബ് ചെയ്യത്തതുമൊന്നും ഇല്ല. പിന്നെ ഡോസ് എന്ന് പറയുന്നത് എത്രയാണ് 0.5 ml IM ആണ്. പിന്നെ ID ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ 0.1 ml. ഏജ് എന്ന് പറയുന്നത് സ്റ്റാർട്ടഡ് അറ്റ് 6 വീക്കിലാണ് അത് എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏത് IPV സ്റ്റാർട്ട് ചെയ്യുന്നത് മനസ്സിലായോ. OPV ബർത്ത് മുതലേ നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്താണ് പിന്നെ OPV എന്ന് പറയുന്നത് ഏതാണ് സാബിൻ വാക്സിൻ ആണ്. അത് 1957 വന്നത്. ലൈവ് ആറ്റുനേറ്റഡ് വാക്സിൻ ആണ്. പിന്നെന്താണ് എക്സ്പെൻസീവ് എന്ന് പറയുന്നത് ഷീപ്പാണ്. പിന്നെ ഓറൽ റൂട്ട് ആണ് അഡ്മിനിസ്ട്രേഷൻ വരുന്നത്. ഡു നോട്ട് അഡ്മിനിസ്റ്റർ ഹോട്ട് ലിക്വിഡ് ഫുഡ്. പിന്നെ എന്താണ് ബ്രസ്റ്റ് മിൽക്ക് ഹാഫ് ആൻ അവറിലേക്ക് കുഞ്ഞുങ്ങൾക്ക് എന്ത് കൊടുക്കരുത് ബ്രസ്റ്റ് മിൽക്കോ അങ്ങനെയൊന്നും കൊടുക്കരുത്. 2 ഡ്രോപ്സ് ആണ് കൊടുക്കുന്നത്. പിന്നെന്താണ് അറ്റ് ബർത്തിലാണ് നമ്മൾ കൊടുക്കുന്നത്. 6 ഡോസ് ആണ് നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. പിന്നെ അടുത്ത ഏതാണ് ദ ഗ്രീൻ സ്റ്റിക് ടൈപ്പ് ഓഫ് ഫ്രാക്ചർ ഈസ് കോമൺ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ്. ഓപ്ഷൻ എ ചിൽഡ്രൻ, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് എൽഡർലി, ഓപ്ഷൻ സി വുമൺ ആൻഡ് ഓപ്ഷൻ ഡി ഒബീസ്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് എന്താണ് ചിൽഡ്രൻസിലാണ് എന്ത് കാണുന്നത് ഗ്രീൻ സ്റ്റിക് ടൈപ്പ് ഫ്രാക്ചർ കാണുന്നത്. അടുത്ത ഏതാണ് ഫോളോയിങ് ഈസ് എ ഡിസീസ് സ്പ്രെഡ് ത്രൂ ദ യൂറിൻ ഓഫ് റാറ്റ്. റാറ്റിന്റെ യൂറിനിൽ നിന്ന് സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ലെപ്റ്റോസ്പൈറോസിസ് ആണോ ചിക്കൻ ഗുനിയ ആണോ മലേറിയ ആണോ ഡെങ്കു ഫീവർ ആണോ ഏതാണ് ഓപ്ഷൻ എ ലെപ്റ്റോസ്പൈറോസിസ് ആണ് ഏതെന്ന് പറയുന്നത് റാറ്റിന്റെ യൂറിനിൽ നിന്നും സ്പ്രെഡ് ചെയ്യുന്നത്. പിന്നെന്താണ് MDT is a treatment approach for which disease? എയ്ഡ്സിനാണോ ഓപ്ഷൻ ബി ലെപ്രസി ആണോ ഓപ്ഷൻ എന്താണ് സി എന്താണ് TB ആണോ ഓപ്ഷൻ ഡി ഹെപ്പറ്റൈറ്റിസ് ആണോ ഏതാണ് MDT മൾട്ടി ഡ്രഗ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഏതിനാണ് ലെപ്രസിക്കാണുള്ളത് അല്ലെ. അപ്പൊ ലെപ്രസിയുടെ വേറൊരു പേരെന്ന് പറയുന്നത് എന്താണ് അനദർ നെയിം എന്താണ് ഹാൻസൺസ് ഡിസീസ് എന്നാണ് ലെപ്രസി അറിയപ്പെടുന്നത്. അതിന്റെ ട്രീറ്റ്മെന്റ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് റിഫാംബസിൻ ക്ലോഫാസിമൈൻ ആൻഡ് ഡാപ്സോൺ. ഡാപ്സോൺ ഇമ്പോർട്ടന്റ് ആണ് ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താണ് മിഷൻ ഇന്ദ്രധനുഷ് ഈസ് എ പ്രോഗ്രാം റിലേറ്റഡ് ടു PGM എന്ന് എഴുതിയിരിക്കുന്നത് പ്രോഗ്രാം എന്നാണ്. പ്രോഗ്രാം റിലേറ്റഡ് ടു പ്രോഗ്രാം റിലേറ്റഡ് ടു എന്താണ് ഇന്ദ്രധനുഷ് എന്ന് പറയുന്ന പ്രോഗ്രാം എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് പാലിയേറ്റീവ് കെയർ ആണോ
ആന്റിനേറ്റൽ കെയർ ആണോ, ഇമ്മ്യൂണൈസേഷൻ ആണോ, മെന്റൽ ഹെൽത്ത് ആണോ? ഇമ്മ്യൂണൈസേഷൻ ആണ് ആൻസർ. ഏതാണ്? മിഷൻ ഇന്ദ്രധനുഷ് ഈസ് എ പ്രോഗ്രാം റിലേറ്റഡ് ടു ഇമ്മ്യൂണൈസേഷൻ. ക്ലിയർ ആയോ? Which day is observed as World TB Day? World TB Day എന്നാണ്? October 30th ആണോ, September 29 ആണോ, February 14th ആണോ, March 24 ആണോ? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഏതാ? March 24 ആണ് വേൾഡ് TB Day എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, which chamber of the heart receives oxygen rich blood from the lungs? ഏത് ചേംബറിലാണ് എന്ത് ചെയ്യുന്നത്? ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് ലങ്സിൽ നിന്ന് വരുന്നത്? ഏത് ചേംബറിലാണ്? ഓപ്ഷൻ എ റൈറ്റ് ഏട്രിയം ആണോ, ഓപ്ഷൻ ബി ലെഫ്റ്റ് ഏട്രിയം ആണോ, ഓപ്ഷൻ സി റൈറ്റ് വെൻട്രിക്കിൾസ് ആണോ, ഓപ്ഷൻ ഡി ലെഫ്റ്റ് വെൻട്രിക്കിൾസിലാണോ? എവിടെയാണ് എന്ത് വരുന്നത്? എന്താണ് ബ്ലഡ് ഹാർട്ടിൽ നിന്ന് അല്ല എന്താണ് ലങ്സിൽ നിന്നും എന്ത് ചെയ്യുന്നത്? ഹാർട്ട് റിസീവ് ചെയ്യുന്നത് ഓക്സിജനേറ്റഡ് റിച്ച് ബ്ലഡ് ഏത് വഴിയാണ്? ഓപ്ഷൻ ബി ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്നും ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the heart valves that prevent backflow of blood from the left ventricles to the left atrium. എന്താണ് അവിടെ ബാക്ക് ഫ്ലോ ആണ് ഉണ്ടാകുന്നത് ബ്ലഡിന്. എവിടെ നിന്നാണ്? ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് ബാക്ക് ഫ്ലോ ഉണ്ടാകുന്നതിനാണ് ഏത് വാൽവ് വഴിയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ട്രൈകസ്പിഡ് വാൽവ് വഴിയാണോ, ബൈകസ്പിഡ് വാൽവ് വഴിയാണോ, അയോട്ടിക് വാൽവ് വഴിയാണോ, പൾമോണറി വാൽവ് വഴിയാണോ? ഏത് വാൽവ് വഴിയാണെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഏത് വാൽവ് വഴിയാണ്? ബൈകസ്പിഡ് വാൽവ് വഴിയാണ് എന്ത് വരുന്നത്? നമ്മളത് പറഞ്ഞായിരുന്നു അല്ലെ, ലെഫ്റ്റ് ഏട്രിയത്തിനെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അങ്ങനെ നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. അപ്പൊ അത് ഏതാണ്? ബൈകസ്പിഡ് വാൽവ് വഴിയാണ് വരുന്നത്. The tricuspid valve is the heart valve that control blood flow from the right atrium to the right ventricle. Aortic valve ആണെങ്കിലോ is one of the 4 heart level ആണ്. അതെന്താണ്? സ്പെഷ്യലി ബിറ്റ്വീൻ ലെഫ്റ്റ് വെൻട്രിക്കിൾ ആൻഡ് ദ അയോട്ട. എവിടെയാണ് അയോട്ടിക് വാൽവ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ലെഫ്റ്റ് വെൻട്രിക്കിളിനും അയോട്ടയ്ക്കും ഇടയിലാണ്. പിന്നെന്താണ്? ദ പൾമണറി വാൽവ് ഈസ് വൺ ഓഫ് ദ ഹാർട്ട് 4 വാൽവ് സ്പെസിഫിക്കലി ലൊക്കേറ്റഡ് ബിറ്റ്വീൻ റൈറ്റ് വെൻട്രിക്കിൾസ് ആൻഡ് പൾമണറി ആർട്ടറി. പൾമണറി വാൽവ് എന്ന് പറയുന്നത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? റൈറ്റ് വെൻട്രിക്കിൾസിനും പൾമണറി ആർട്ടറിക്കും ഇടയിലായിട്ടാണ് എന്ത് ലൊക്കേറ്റ് ചെയ്യുന്നത്? പൾമണറി വാൽവ് ലൊക്കേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ക്യാരിയിങ് ഓക്സിജൻ ടു ഹാർട്ട് മസിൽ? ഓക്സിജൻ ഹാർട്ട് മസിൽസിലോട്ട് ഓക്സിജൻ എന്താ പറയുന്നത് ക്യാരി ചെയ്യുന്നത് ആരാണ്? കൊറോണറി ആർട്ടറി ആണോ, പൾമണറി ആർട്ടറി ആണോ, പൾമണറി വെയിൻ ആണോ, അയോട്ടയാണോ? ഏതാണ്? ഓപ്ഷൻ എ കൊറോണറി ആർട്ടറി ആണ് വരുന്നത്. ക്ലിയർ ആയോ? ഇനി ഇമ്മ്യൂണോഗ്ലോബുലിൻ വിച്ച് ക്രോസ് ദ പ്ലാസൻഡ ഈസ് ഏതാണ്? ഓപ്ഷൻ ഡി IgG ആണ് അല്ലെ. നമ്മൾ പറഞ്ഞായിരുന്നു IgD, IgM, IgG, IgE. ഇതിൽ ഏതാണ് ക്രോസ്? പ്ലാസൻഡ ക്രോസ് ചെയ്യുന്നത് ആരാണ്? IgG ആണ് പ്ലാസൻഡ ക്രോസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ്? ഇമ്മ്യൂണോഗ്ലോബുലിൻ ഫൗണ്ട് ഇൻ ദ ബ്രോങ്കിയൽ സെക്രീഷൻ, സലൈവ, മിൽക്ക്, കൊളസ്ട്രോൾ. ഇതിലൊക്കെ കാണുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണ്? IgD ആണോ, IgA ആണോ, IgE ആണോ, IgG ആണോ? ഏതാണ്? IgA ആണ്. എന്തിനകത്തൊക്കെ കാണുന്നത്? ബ്രോങ്കിയൽ സെക്രീഷൻ, സലൈവയിലും മിൽക്കിലും ഒക്കെ കാണുന്നത്. നെക്സ്റ്റ് ഏതാണ്? ഇമ്മ്യൂണോഗ്ലോബുലിൻ റെസ്പോൺസിബിൾ ഫോർ ഇമ്മീഡിയറ്റ് അലർജിക് റിയാക്ഷൻ. ഏതാണ്? IgD, IgM, IgE, IgG. ഏതാണ്? IgE ആണ് അലർജിക് റിയാക്ഷനിൽ വരുന്നത്. നമ്മൾ ആ പേര് പഠിച്ചപ്പം പറഞ്ഞു IgE അലർജി എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി the medical term for rapid, irregular and uncoordinated heartbeat is known as option A ventricular fibrillation, option B atrial fibrillation, option C ventricular tachycardia, option D atrial tachycardia. ഇതിൽ ഏതാണ് റാപ്പിഡ് ഇറഗുലർ അൺകോർഡിനേറ്റഡ് ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്? ഏതാണ്? ഓപ്ഷൻ ബി ഏട്രിയൽ ഫിബ്രിലേഷൻ ആണ്. ഇനി എന്താണ് ഗ്രേവ്സ് ഡിസീസ്? ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ചോദ്യം. എന്താണ്
ഗ്രേസ് ഡിസീസ് എന്ന് പറയുന്നത് ഹൈപ്പർ തൈറോയിഡിസം ആണ്. അതായത് T4ന്റെ ലെവല് ഒരുപാട് കൂടി പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. ഹൈപ്പർ തൈറോയിഡിസത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾക്ക് മെയിൻ ആയിട്ട് പറയുന്നത് ഏതാണ്, എക്സ് ഓഫ് തലാമസ് ഓഫ് ദ ഐ അല്ലെ, കണ്ണിങ്ങനെ മുമ്പിലോട്ട് ഇങ്ങനെ തള്ളി നിൽക്കത്തില്ലേ, അതിനാണ് എന്തെന്ന് പറയുന്നത്, എക്സ് ഓഫ് തലാമസ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് നമുക്കൊരു കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഹൈപ്പർ തൈറോയിഡിസത്തിനകത്താണ് എന്ത് വരുന്നത്, വെയിറ്റ് ലോസ് ഉണ്ടാവും. മനസ്സിലായി, വെയിറ്റ് ഗെയിൻ അല്ല, അവിടെ എന്താണ്, വെയിറ്റ് ലോസ് ആണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഹീറ്റ് ഇൻടോളറൻസും ഏതിനകത്താണ് വരുന്നത്, ഹൈപ്പർ തൈറോയിഡിസത്തിനകത്താണ് വരുന്നത്. ക്ലിയർ ആയോ? ഗ്രേവ്സ് ഡിസീസ് എന്താണെന്നായിരുന്നു ചോദ്യം. ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഹൈപ്പർ തൈറോയിഡിസം ആണ്. ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ഫീച്ചർ ആണ് എക്സ് ഓഫ് തലാമസ്, അതായത് കണ്ണ് എന്താണ് പുറത്തോട്ട് പൾജ് ചെയ്ത് നിൽക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, എക്സ് ഓഫ് തലാമസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയോ? നെക്സ്റ്റ് ഏതാണ്, കപ്പാസിറ്റി ഓഫ് മൈക്രോബ്സ് ടു കോസ് ഡിസീസ് ഈസ് നോൺ ആസ് പാത്തോജെനിസിറ്റി, വിറുലൻസ്, ഇൻഫെക്ഷൻ, ഇമ്മ്യൂണിറ്റി. ഏതാണ് പാത്തോജെനിസിറ്റി? ഒരു മൈക്രോബിന് ഡിസീസ് ഉണ്ടാക്കാനുള്ള ആ ഒരു കപ്പാസിറ്റിയെ പറയുന്ന പേരെന്താണ്, പാത്തോജെനിസിറ്റി എന്നാണ് പറയുന്നത്. ഇൻ വിച്ച് ഡിസീസ് കണ്ടീഷൻ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എ ബൂട്ട് ഷേപ്ഡ് ഹാർട്ട് ഈസ് സീൻ ഇൻ ചെസ്റ്റ് എക്സ്റേ. ചെസ്റ്റ് എക്സ്റേയില് ബൂട്ട് ഷേപ്ഡ് ഹാർട്ട് കാണുന്നത് ഏത് ഇതിലാണ്, പേറ്റന്റ് ഡെക്ടസ് ആർട്ടീരിയോസിസിലാണോ, ട്രാൻസ്പൊസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറീസിലാണോ, ട്രൈകസ്പിഡ് അട്രീഷ്യയിലാണോ, ടെട്രോളജിയോ പാലേറ്റിലാണോ? ഏതിനകത്താണ് ഏത് കാണുന്നത്, ബൂട്ട് ഷേപ്ഡ് ഹാർട്ട് കാണുന്നത്? ഏതാണ് ബൂട്ട് ഷേപ്ഡ് ഹാർട്ട് വരുന്നത്? ഏതിലാണ്, ടെട്രോളജിയോ പാലേറ്റിലാണ് എന്ത് വരുന്നത്, ബൂട്ട് ഷേപ്ഡ് ഹാർട്ട് കാണുന്നത്. ഇനി ഈ ടെട്രോളജി ഓഫ് പാലേറ്റ് എന്ന് പറയുന്നത് എന്താണ്, വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ്, ഓവർ റൈഡിങ് ഓഫ് അയോട്ട ആൻഡ് പൾമനറി സ്റ്റീനോസിസ്, റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി. ഈ പറയുന്ന 4 കണ്ടീഷനും കൂടെ ചേരുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, ടെട്രോളജി ഓഫ് പാലേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? Next question, best autoclaving is achieved at 120 degrees Celsius for 15 minutes, 120 degrees Celsius for 1 hour, 110 degrees Celsius for 2 hours, 100 degrees Celsius for 3 hours. ഏതാണ് ആൻസർ വരുന്നത്? ഓട്ടോക്ലേവിന്റെ ബെസ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്, 121 ഡിഗ്രി സെൽഷ്യസ് ആണ്. എത്ര മിനിറ്റ് ആണ് അത് ഉപയോഗിക്കുന്നത്, 15 മിനിറ്റ്സ് ആണ് അത് ഉപയോഗിക്കുന്നത്. ഇനി burning into ashes is referred as inertiation, sanitization, incineration, disinfection and ഇതിൽ ഏതാണ് എന്താണ് burning into ashes? ഏതാണ് വരുന്നത്, incineration ആണ് വരുന്നത്. അപ്പം incineration means destruction of something by burning ആണല്ലോ. It's a very good and efficient method for destruction of infective materials such as bleeding, soiled dressing, pathological materials like sputum and stool. Any destruction or inhibition of microorganism in living tissue is known as sanitization, dewormification, incineration, antisepsis. Antisepsis ഏതാണ്, destruction of microorganism എന്ന് പറയുന്നത് എന്താണ്, antisepsis ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ അസെപ്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രീഡം ഫ്രം ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസം. അതിനാണ് എന്തെന്ന് പറയുന്നത്, അസെപ്സിസ് എന്ന് പറയുന്നത്. ഏർലിയസ്റ്റ് സൈൻ ഓഫ് IOP, ഇൻക്രീസ്ഡ് ഇൻട്രാ ഓക്യുലാർ പ്രഷർ. അതിന്റെ ഏർലിയസ്റ്റ് സൈൻ എന്താണെന്നാണ് ചോദ്യം. എന്താണ് ആദ്യത്തെ ഇതെന്ന് പറയുന്നത്, എന്താണ്, ഓപ്ഷൻ എ ഹെഡേക്ക് ആണോ, ഓപ്ഷൻ ബി നോസി ആണോ, ഓപ്ഷൻ സി LOC. LOC മീൻസ് ലോസ് ഓഫ് കോൺഷ്യസ്നസ്, ഓപ്ഷൻ ഡി മെന്റൽ ചേഞ്ചസ് ആണോ? ഏതാണ്, ലോസ് ഓഫ് കോൺഷ്യസ്നസ് ആണ് എന്തെന്ന് പറയുന്നത് IOPയുടെ ഒരു ഏർലിയസ്റ്റ് സൈൻ എന്ന് പറയുന്നത്. അത് കൂടാതെ എന്താണ്, പാപ്പിലർ എഡിമ ആണ്. എന്താണ് പാപ്പിലർ എഡിമ എന്ന് പറഞ്ഞാൽ എന്താണ്, കണ്ണിന്റെ ഈ എന്താ പറയുന്നത് പാപ്പിലറി റീജിയനിൽ എന്ത് പറ്റും, ഭയങ്കരമായിട്ടും എഡിമാറ്റസ് ഉണ്ടാകുന്ന ആ ഒരു സിറ്റുവേഷൻ. ഇനി
ഹൈഡ്രോഫോബിയ ഈസ് എ ഫീച്ചർ ഓഫ് എന്താണ് പ്ലേഗ് ആണോ, റേബീസ് ആണോ, മലേറിയ ആണോ, ആന്ത്രാക്സ് ആണോ? ഏതാണ് വരുന്നത് ആൻസർ? ഓപ്ഷൻ ബി റേബീസ്. ഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് വാട്ടർ. അത് ഏത് ഡിസീസിനെ വരത്തുള്ളൂ? റേബീസിനാണ് വരുന്നത്. Next, sexually transmitted disease is also known as reproductive disorders, sexual disorders, neurosis and venereal disorders. ഇതിന് പറയുന്ന മറ്റൊരു പേര് എന്താണ്? venereal disorders അല്ലെങ്കിൽ diseases എന്നാണ് sexually transmitted diseaseന് പറയുന്ന മറ്റൊരു പേരെന്ന് പറയുന്നത്. The mosquito that transmit malaria, Anopheles ആണോ, ക്യൂലെക്സ് ആണോ, ഈഡിസ് ആണോ, മൻസോണി ആണോ? ഏതാണ്? നമ്മൾ പറഞ്ഞായിരുന്നു ഏതാണ്? അനോഫിലസ് മോസ്കിറ്റോ ആണ് എന്ത് പകർത്തുന്നത്? മലേറിയ പകർത്തുന്നത്. ഈഡിസ് ഈജിപ്റ്റി എന്ന് പറയുന്നത് ഏതാണ്? ഡെങ്കു ഒക്കെ ഉണ്ടാക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഈഡിസ് ഈജിപ്റ്റി എന്ന് പറയുന്നത്. പിന്നെ ഇൻസുലിൻ ഈസ് അഡ്മിനിസ്ട്രേഡ് യൂഷ്വലി എങ്ങനെയാണ് ഇൻസുലിൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്? ഇൻട്രാമസ്കുലർലി ആണോ, സബ്ക്യൂട്ടേനിയസ് ആണോ, ഇൻട്രാഡെർമലി ആണോ, എന്താണ് ഓറലി ആണോ? എങ്ങനെയാണ് ഇൻസുലിൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്? ഇൻട്രാഡെർമലി ആണ്. ക്ലിയർ ആയോ? ഇനി അതിന്റെ സൈറ്റ് IM എന്ന് പറയുന്നത് 90 ഡിഗ്രി, സബ്ക്യൂട്ടേനിയസ് എന്ന് പറയുന്നത് എത്രയാണ്? 45 ഡിഗ്രി, ID എന്ന് പറയുന്നത് അതായത് ഇൻട്രാഡെർമലി എത്രയാണ്? 10 to 15 ഡിഗ്രി. ഇൻട്രാവീനസ്ലി ആണെങ്കിൽ എന്താണ്? 25 ഡിഗ്രി. ഇൻട്രാവീനസ്ലി വരുമ്പം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ഫ്ലിബൈറ്റിസും പിന്നെന്താണ്? സർക്കുലേറ്ററി ഓവർലോഡും. ക്ലിയർ ആണോ? അത് അടുത്ത ഏതാണ്? ഇൻക്യുബേഷൻ പീരീഡ് ഓഫ് ചിക്കൻ പോക്സ്. ചിക്കൻ പോക്സിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എത്ര ആണ് എന്നുള്ളതാണ്. 7 days ആണോ, 31 days ആണോ, 14 days ആണോ, 10 to 21 days ആണോ? എത്രയാണ് ഇൻക്യുബേഷൻ പീരീഡ് ചിക്കൻ പോക്സിന്റെ? ചിക്കൻ പോക്സിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് എത്ര? 10 to 21 days ആണ്. ക്ലിയർ ആയോ? പിന്നെന്താണ്? ഇൻഫെക്ഷൻ അക്കേർഡ് വിത്ത് എ ഡിസീസ് അതർ ദാൻ for which the patient was admitted. Cross infection, reinfection, immediate infection and post infection. ഇതിൽ ഏതാണ് infection acquired with a disease other than for which the patient was admitted? ഏതാണ്? ഓപ്ഷൻ A ആണ് cross infection എന്നാണ് പറയുന്നത്. അടുത്ത എന്താ? മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് പെർട്ടൂസിസ്. പെർട്ടൂസിന്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എങ്ങനെയാണ് എന്നാണ്. ഏതാണ്? വെക്ടർ ട്രാൻസ്മിഷൻ ആണോ, കണ്ടാമിനേറ്റഡ് വാട്ടർ വഴിയാണോ, ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ വഴിയാണോ, പീക്കോ ഓറൽ റൂട്ട് വഴിയാണോ? എങ്ങനെയാണ് പെർട്ടൂസിസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഡ്രോപ്ലെറ്റ് വഴിയാണ് എന്ത് വരുന്നത്? പെർട്ടൂസിസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. The time interval between infection of suspected person and appearance of signs and symptoms of disease is called or quarantine, recovery period, incubation period, isolation. അതായത് എന്താണ്? ഒരു ടൈം ഇന്റർവെൽ ഉണ്ട് ബിറ്റ്വീൻ ദ ഇൻഫെക്ഷൻ ഓഫ് സസ്പെക്റ്റഡ് പേഴ്സൺ ആൻഡ് ദ അപ്പിയറൻസ് ഓഫ് സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ഡിസീസ് ഈസ് കോൾഡ് ആസ് എന്താണ്? ഇൻക്യുബേഷൻ പീരീഡ് ആണല്ലോ. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ടൈഫോയിഡ് ഫീവർ ഏതാണ്? ഇൻട്രാവീനസ്, ഓറോഫീക്കൽ, റെസ്പിറേറ്ററി, ഡ്രോപ്ലെറ്റ്. എങ്ങനെയാണ് ടൈഫോയിഡ് ഫീവർ ഉണ്ടാകുന്നത്? എപ്പോഴും ഓറോഫീക്കൽ റൂട്ട് വഴിയാണ് എന്ത് വരുന്നത്? ടൈഫോയിഡ് ഫീവർ വരുന്നത്. സൈറ്റ് ഫോർ മാൻഡോസ് ടെസ്റ്റ് ഏതാണ്? ഔട്ടർ ആൻഡ് അപ്പർ ക്വാഡ്രന്റ് ഓഫ് ഗ്ലൂട്ടിയസ് മാക്സിമസ്, ഡെൽറ്റോയിഡ് റീജിയൻ, പോസ്റ്റീരിയർ ലെഫ്റ്റ് ആം, ആന്റീരിയർ ലെഫ്റ്റ് ആം. ഏതാണ്? ആന്റീരിയർ ലെഫ്റ്റ് ആം ആണ് മാൻഡോസ് ടെസ്റ്റിന്റെ സൈറ്റ് എന്ന് പറയുന്നത്. മാൻഡോസ് ടെസ്റ്റിന് കൊടുക്കുന്ന ഡെറിവേറ്റീവ് ഏതാ? പ്യൂരിഫൈഡ് പ്രോട്ടീൻ ഡെറിവേറ്റീവ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതിന്റെ ഇൻഡ്യൂറേഷൻ 48 to 72 അവേഴ്സിനുള്ളിൽ എന്ത് വരും? ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. പെയിൻഫുൾ മിച്ചുറേഷൻ പറയുന്ന പേരെന്താണ്? എനൂറസിസ്, ഡിസ്യൂറിയ, റിട്ടൻഷൻ, ഡയേറിയ. ഏതാണ്? എന്താണ്? ഡിസ്യൂറിയ. എനൂറസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബെഡ് വെറ്റിങ്. റിട്ടൻഷൻ ഓഫ് യൂറിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നിന്ന് എന്താ അത് കെട്ടിക്കിടക്കുക, പുറത്ത് പോകാതിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? റിട്ടൻഷൻ ഓഫ് യൂറിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? ദ ഫൈലേരിയാസിസ് ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ. ഫൈലേരിയാസിസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? ആരാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? അനോഫിലസ് ഫീമെയിൽ മോസ്കിറ്റോ, അനോഫിലസ് മെയിൽ മോസ്കിറ്റോ, ക്യൂലസ് ഫീമെയിൽ മോസ്കിറ്റോ, ക്യൂലെക്സ് മെയിൽ മോസ്കിറ്റോ. എങ്ങനെയാണ്? ക്യൂലെക്സ് ഫീമെയിൽ മോസ്കിറ്റോ ആണ് ഇത് ചെയ്യുന്നത്?
ഫൈലേരിയാസിസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ്, ഡാഷ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ദ ഡിസീസ് കോസ്ഡ് ബൈ ബാക്ടീരിയ, കോൾഡ്, ടൈഫോയിഡ് ഫീവർ, ടൈഫസ് ഫീവർ, ചിക്കൻ പോക്സ്. എന്താണ്, ടൈഫോയിഡ് ഫീവർ ആണ്, അത് ബാക്ടീരിയ ആണ് അല്ലെ. ചിക്കൻ പോക്സ് ഒക്കെ ഇതൊക്കെ എന്താണ്, ടൈഫസ് എന്ന് പറയുന്നത് അതെന്താണ്, ഫീക്കോ ഓറൽ റൂട്ട് വഴിയാണ്. ചിക്കൻ പോക്സ് വേരിസെല്ല സോസ്റ്റർ എന്ന് പറയുന്ന വൈറസ് മൂലമാണ് അത് ഉണ്ടാകുന്നത്. ഡാഷ് ഈസ് ദ ഇമ്മ്യൂണിറ്റി ഗെറ്റ് ബൈ ദ ബോഡി ആഫ്റ്റർ ദ ഫസ്റ്റ് അറ്റാക്ക് ഓഫ് ഡിസീസ്. ഫസ്റ്റ് അറ്റാക്ക് ഓഫ് ഡിസീസിന് ശേഷം നമുക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റിക്ക് പറയുന്ന പേരെന്താണ്? നാച്ചുറൽ ഇമ്മ്യൂണിറ്റി, പാസീവ് ഇമ്മ്യൂണിറ്റി, ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി, അക്വേർഡ് ഇമ്മ്യൂണിറ്റി. ഏതാണ്? ഓപ്ഷൻ ഡി, അക്വേർഡ് ഇമ്മ്യൂണിറ്റി ആണ് എന്തെന്ന് പറയുന്നത്. നമുക്കൊരു ഡിസീസ് വന്നതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റി ആണ് അക്വേർഡ് ഇമ്മ്യൂണിറ്റി. ആ വേർഡിനകത്ത് തന്നെ ഉണ്ട് അക്വേർഡ്. നമ്മൾ ആ ഒരു എന്താണ്, ആ ഒരു ഡിസീസിനെ നമ്മൾ അക്വയർ ചെയ്ത് എടുക്കുന്നത്. അത് എന്താണ്, ദ ഫോളോയിങ് ആർ ദ കണ്ടന്റ്സ് ഓഫ് എന്താണ്, ORS. ORSന്റെ കണ്ടന്റ്സ് ഏതൊക്കെയാണ് എന്നാണ് പറയുന്നത്, ഒന്നൊഴിച്ച്. ഏതാണ് വരുന്നത്? ORSന്റെ കണ്ടന്റുകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ സോഡിയം ക്ലോറൈഡ്, പിന്നെ ഏതാണ്? ഓപ്ഷൻ ബി ഷുഗർ, ഓപ്ഷൻ സി പൊട്ടാസ്യം ക്ലോറൈഡ്, ഓപ്ഷൻ ഡി കാൽസ്യം കാർബണേറ്റ്. ഇതില് ഏതാണ്, ഏതോ ഒരെണ്ണം എന്താണ് ORSന്റെ കണ്ടന്റിനകത്ത് ഇല്ലാത്തതാണ്. ഏതാണത്? ഓപ്ഷൻ ഡി ആണ്. ഏതാണ്? കാൽസ്യം കാർബണേറ്റ് അതിനകത്തുണ്ടോ? ഇല്ല. കമ്പോണൻസ് ഏതൊക്കെയാണ്? സോഡിയം ക്ലോറൈഡ് വരുന്നുണ്ട് അല്ലെ, അത് എത്രയാണ്? 3.5 gram per liter ആണ് അല്ലെ. പിന്നെന്താണ്? ട്രൈസോഡിയം സിട്രേറ്റ് അല്ലെ. ട്രൈസോഡിയം സിട്രേറ്റ് എന്ന് പറയുന്നത് 2.9 gram ആണ്. പൊട്ടാസ്യം ക്ലോറൈഡ് എത്ര വരും? 1.5 gram. ഗ്ലൂക്കോസ് ആണെങ്കിലോ 20, ഷുഗർ 20 gram per liter ആണ്. അതാണ് എന്തെന്ന് പറയുന്നത്, ORSന്റെ കണ്ടന്റുകൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പം എന്തൊക്കെയാണ് ORSന്റെ കണ്ടന്റുകൾ എന്ന് പറയുന്നത്? സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ട്രൈസോഡിയം സിട്രേറ്റ് ആൻഡ് ഗ്ലൂക്കോസ്. സോഡിയം ക്ലോറൈഡ് ആണെങ്കിൽ 3.5, പിന്നെന്താണ് ട്രൈസോഡിയം സിട്രേറ്റ് ആണെങ്കിൽ 2.9, പൊട്ടാസ്യം ക്ലോറൈഡ് ആണെങ്കിൽ എന്താണ് 1.5, ഗ്ലൂക്കോസ് ആണെങ്കിൽ എത്രയാണ് 20 gram per liter ആണ് എന്തിനകത്ത് വരുന്നത്? ORS, ഓറൽ റീഹൈഡ്രേഷൻ എന്താണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അത് ആയത് പിന്നെ സ്റ്റാൻഡേർഡ് എന്താണ് കമ്പോണൻസ് ആണ് ഈ പറയുന്നത്. ആര് അംഗീകരിച്ചതാണ്? WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ചതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? The nerve which arteries the nerve which carries message from the brain and spinal cord to muscles. Brain and spinal cord to muscles and glands. അങ്ങനെ എന്താണ് സ്പൈനൽ കോഡിൽ നിന്നും ബ്രെയിനിലോട്ടും മസിൽസിലോട്ടും അതുപോലെ തന്നെ എന്താണ് the nerve which carries message from brain and spinal cord. സ്പൈനൽ കോഡിൽ നിന്നും ബ്രെയിനിൽ നിന്നും എന്താണ് മസിൽസിലോട്ടും ഗ്ലാൻസിലോട്ടും പോകുന്ന നെർവ്സ് ക്യാരി ചെയ്യുന്നു അല്ലെ. അത് ഏത് നെർവ്സ് ആണ് ഈ ഇമ്പൾസ് ക്യാരി ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. എവിടെ നിന്ന്? ബ്രെയിനിൽ നിന്ന്, സ്പൈനൽ കോഡിൽ നിന്നും. ഏത് നെർവ്സ് ആണ്? മോട്ടോർ നെർവ് ആണോ, സെൻസറി നെർവ് ആണോ, മിക്സ്ഡ് നെർവ് ആണോ, ഓട്ടോണോമിക് നെർവ് ആണോ? ഏതാണ്? മോട്ടോർ നെർവ് ആണ് മസിൽസിലോട്ടും ഗ്ലാൻസിലോട്ടും എന്ത് ചെയ്യുന്നത്? ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും ഇമ്പൾസ് ക്യാരി ചെയ്യുന്നത്. ഇനി അടുത്ത ഏതാണ്? സ്പീച്ച് സെന്റർ എന്ന് പറയുന്നത് ഈ സിറ്റുവേറ്റഡ് ഇൻ ഏതാണ്? ഓപ്ഷൻ എ പരൈറ്റൽ ലോബ്, ഓപ്ഷൻ ബി ഫ്രോണ്ടൽ ലോബ്, ഓപ്ഷൻ സി എന്താണ് ഓസിപിറ്റൽ ലോബ്, ഓപ്ഷൻ ഡി ടെമ്പറൽ ലോബ്. ഇതിൽ ഏതാണ് എന്താണ് സ്പീച്ച് സെന്റർ എന്ന് പറയുന്നത്? ഏതാണ്? ഓപ്ഷൻ ബി ഫ്രോണ്ടൽ ലോബ് ആണ് എന്തെന്ന് പറയുന്നത് സ്പീച്ച് സെന്റർ എന്ന് പറയുന്നത്. അങ്ങനെ ആണെങ്കിൽ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഈ പറയുന്ന ഫ്രോണ്ടൽ ലോബ് അത് കൂടാതെ ഫ്രോണ്ടൽ ലോബ് എന്തിനെയൊക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ഇമോഷണൽ കൺട്രോള്, പ്രോബ്ലം സോൾവിങ്, റീസണിങ്, ഇതിനൊക്കെയാണ് എന്ത് ഹെൽപ്പ് ചെയ്യുന്നത്? ഈ ഫ്രോണ്ടൽ ലോബ് ഹെൽപ്പ് ചെയ്യുന്നത്. പരൈറ്റൽ ലോബോ? പരൈറ്റൽ ലോബ് ആണ് നമുക്ക് ടച്ച്, ടെമ്പറേച്ചർ, പെയിന് അങ്ങനെയൊക്കെയുള്ള ആ ഒരു സെൻസറി ഇൻഫർമേഷൻ കൊണ്ടുവരുന്നത്. ഏതാണ്? പരൈറ്റൽ ലോബാണ്.
ഫ്രോണ്ടൽ ലോബ് സെൻസേഷൻ ആണെങ്കിൽ എന്താണ് ഫ്രോണ്ടൽ ലോബ് ആണെങ്കിൽ എന്താണ് പ്രോബ്ലം സോൾവിങ്, പ്ലാനിങ്, ഇമോഷണൽ കൺട്രോൾ ഇതെല്ലാം വരുന്നത് ഏതാണ്? ഈ പറയുന്ന ഫ്രോണ്ടൽ ലോബാണ്. പരേറ്റൽ ലോബിലാണ് നമ്മുടെ സെൻസേഷനുകളും കാര്യങ്ങളും എല്ലാം വരുന്നത്. അങ്ങനെയാണെങ്കിൽ ടെമ്പറൽ ലോബോ? ടെമ്പറൽ ലോബ് എന്ന് പറയുന്നത് എന്താണ്? മെമ്മറി, കോംപ്രിഹെൻഷൻ, ലാംഗ്വേജിന്റെ ഇത് വരുന്നത് ഏതാണ്? ടെമ്പറൽ ലോബാണ്. ഓസിപിറ്റൽ ആണെങ്കിലോ? ഓസിപിറ്റലിലാണെങ്കിൽ എന്താ? ഇൻഫോർമേഷൻ ഓഫ് ദ ഐസ്, നമ്മുടെ ഐസിന്റെയും വിഷ്വൽ എന്താ പറയുന്നത് എല്ലാ കാര്യങ്ങളും വിഷൻ, നമ്മുടെ പ്രോപ്പർ വിഷൻ എല്ലാം ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഓസിപിറ്റൽ ലോബ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അടുത്ത ഏതാ? എ കണ്ടീഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ മൂവിങ് ഓഫ് ബോൺ ഔട്ട് ഓഫ് ജോയിന്റ് ഈസ് കോൾഡ് ആസ്. എന്താണ്? ഫ്രാക്ചർ ആണോ, സ്ട്രെയിൻ ആണോ, ഡിസ്ലൊക്കേഷൻ ആണോ? ഏതാണ് എന്ത്? നമ്മുടെ എന്താ ബോണ് എന്തിൽ നിന്നും മൂവ് ഔട്ട് ഓഫ് ദ ജോയിന്റിൽ നിന്നും എന്താണ് ഈ മാറിപ്പോകുന്ന ആ ഒരു ഇതിന് പറയുന്ന പേരെന്താണ് എന്നാണ് പറയുന്നത്. എന്താണ്? ഡിസ്ലൊക്കേഷൻ എന്നാണ് പറയുന്നത്. ഏതാണ്? എ കണ്ടീഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ എന്താണ്? ക്യാരക്ടറൈസ്ഡ് ബൈ മൂവിങ് ഓഫ് ബോൺ ഔട്ട് ഓഫ് ജോയിന്റ്. ഔട്ട് ഓഫ് ജോയിന്റ് അത് എന്താ ബോണ് ജോയിന്റ്സിൽ നിന്നും തെന്നി മാറി പോകുന്ന ആ ഒരു ഇതിന് എന്താണ് പറയുന്നത്? ഡിസ്ലൊക്കേഷൻ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാമേജ് ടു ദ ലിഗമെന്റ് ആണ്, അല്ലെ? അതേസമയം സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാമേജ് ടു മസിൽസ് ആൻഡ് ടെൻഡൻസ് ആണ്. അപ്പം എന്താണ്? സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാമേജ് ടു ലിഗമെന്റ് ആണ്, ആണല്ലോ. ലിഗമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോണിനെയും ജോയിന്റ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ലിഗമെന്റ് എന്ന് പറയുന്നത്. അതേസമയം സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മസിൽസിന്റെ ഡാമേജ് ആണ്, ഡാമേജ് ഓഫ് മസിൽസ് ഓർ ടെൻഡൻ ആണ്. അതെന്ന് പറയുന്നത് എന്താണ്? മസിൽസിനെയും ബോൺസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഈ ടെൻഡൻ എന്ന് പറയുന്നത്, ആണല്ലോ. അപ്പൊ ഇത് ക്ലിയർ ആയോ? എന്താണ് സ്ട്രെയിൻ എന്ന് മനസ്സിലായോ? സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാമേജ് ഓഫ് ലിഗമെന്റിനാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. സ്ട്രെയിൻ എന്ന് പറയുന്നത് ഡാമേജ് ടു ദ മസിൽസ് അല്ലെങ്കിൽ എന്താണ് ടെൻഡൻസിന് ഉണ്ടാക്കുന്ന ഡാമേജ് ആണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് എന്താ? A disease caused by allergy is called as asthma, tuberculosis, cancer and gastroenteritis. നമുക്കറിയാം അല്ലെ? ആസ്മയാണ് എന്താണ്? അലർജി മൂലം ഉണ്ടാകുന്നത്. Cortisone is used as an effective treatment, anti-inflammatory treatment of. കോർട്ടിസോൺ എന്ന് പറയുന്നത് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ആന്റി ഇൻഫ്ലമേറ്ററി ട്രീറ്റ്മെന്റ് ആണ്. എന്തിന്? ഹൈ ബ്ലഡ് പ്രഷറിനാണോ, ആർട്ടീരിയോസ്ക്ലീറോസിസിനാണോ, ആർത്രൈറ്റിസിനാണോ, ഡയബറ്റിക്കിനാണോ? നമുക്കറിയാം ആർത്രൈറ്റിസ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷന് കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്? കോർട്ടിസോൺ എന്ന് പറയുന്നത്, അല്ലെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ? ഡെഫിഷ്യൻസി ഓഫ് തൈറോക്സിൻ ഇൻ അഡൽട്ട് ലീഡ്സ് ടു എ കണ്ടീഷൻ കോൾഡ്. തൈറോക്സിൻ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു അല്ലെ? മിക്സോഡീമ അല്ലെ? ഡെഫിഷ്യൻസി, തൈറോക്സിന്റെ ഡെഫിഷ്യൻസി വരുവാണെങ്കിൽ അവിടെ എന്താണ് വരുന്നത്? മിക്സോഡീമ. തൈറോക്സിന്റെ അളവ് കൂടുവാണെങ്കിൽ അവിടെ എന്താണ് വരുന്നത്? ഗ്രേവ്സ് ഡിസീസ്. ഇനി ക്രെറ്റനിസം അല്ലെങ്കിൽ എന്താ? ടെറ്റനി. ക്രെറ്റനിസം അല്ലെങ്കിൽ എന്താണ്? ടെറ്റനി എന്ന് പറയുന്നത് എന്താണ്? അതെന്ന് പറയുന്നത് എന്താ? ലാക്ക് ഓഫ് തൈറോയിഡ് ഹോർമോൺ ആണ് എന്തെന്ന് പറയുന്നത്? ക്രെറ്റനിസം. അത് മൂലം ഉണ്ടാകുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഈ ക്രെറ്റനിസം എന്ന് പറയുന്നത്. അതിനകത്തെന്ന് പറയുന്നത് ഫീറ്റൽ, അതായത് ഗ്രോത്തിന് എന്ത് സംഭവിക്കും? ഇമ്പയർനെസ് ഉണ്ടാകും. അതിനാണ് എന്തെന്ന് പറയുന്നത്? ക്രെറ്റനിസം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി ദ ഔട്ടർ ലെയർ ഓഫ് ദ ഐബോൾ. ഐബോളിന് പറയുന്ന ഔട്ടർ ലെയർ ഓഫ് എന്ന് പറയുന്നത് ഏതാണ്? സ്ക്ലീറയാണോ, കൊറോയിഡ് ആണോ, റെറ്റിനയാണോ, കൺജങ്ക്റ്റീവയാണോ? ഏതാണ് ഔട്ടർ ലെയർ ഓഫ് ഐബോൾ എന്ന് പറയുന്നത്? ഔട്ടർ ലെയർ ഓഫ് ഐബോൾ എന്ന് പറയുന്നത് എന്താണ്? സ്ക്ലീറയാണ് കേട്ടോ. എന്താണ് വരുന്നത്? സ്ക്ലീറയാണ് എന്തെന്ന് പറയുന്നത്? ഔട്ടർ ലെയർ ഓഫ് ഐബോൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതായത് ഐബോളിന് 3 ലെയർ ആണുള്ളത്. ഔട്ടർ ലെയർ ഉണ്ട്, പിന്നെന്താണ്? ഇന്നർ വാസ്കുലാർ ലെയർ ഉണ്ട്, മിഡിൽ മിഡിൽ ലെയർ ഉണ്ട്. അപ്പം അതിനകത്ത് വരുന്നതാണ് ഏതൊക്കെ എന്ന് പറയുന്നത്?
ഈ പറയുന്ന ഓരോ ഇതും വരുന്നത്. അതിനകത്ത് എന്താ സ്ക്ലീറ എന്ന് പറയുന്നത് ഔട്ടർ പോർഷൻ ഓഫ് ദ ഇയറിനാണ് എന്തെന്ന് പറയുന്നത്, സ്ക്ലീറ എന്ന് പറയുന്നത്. ഇപ്പം 3 ലെയർ ആണുള്ളത്. ഔട്ടർ ഫൈബറസ് ലെയർ ഉണ്ട്, മിഡിൽ വാസ്കുലാർ ലെയർ ഉണ്ട്, ഇന്നർ നെർവസ് ലെയർ ഉണ്ട്. ക്ലിയർ ആയോ? അപ്പം ഔട്ടർ ലെയറിന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, സ്ക്ലീറ എന്ന് പറയുന്നത്. പിന്നെ ദ സ്മോളസ്റ്റ് ബോൺ ഓഫ് ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂമൻ ബോഡിയുടെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള എന്താ പറയുന്നത് ബോൺ എന്ന് പറയുന്നത് ഏതാണ് എന്നാണ് പറയുന്നത്. ഏതാണ്? സ്റ്റേപ്പീസ് ആണ് എന്തെന്ന് പറയുന്നത് ഹ്യൂമൻ ബോഡിയിൽ ഏറ്റവും ഏതായിട്ടുള്ളത് സ്മോളസ്റ്റ് ആയിട്ടുള്ള ബോൺ എന്ന് പറയുന്നത് ഏതാണ്? സ്റ്റേപ്പീസ് ആണ്. അതായത് മിഡിൽ ഇയറിന്റെ ലെയർ ബോണുകളാണ് എന്തെന്ന് പറയുന്നത് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പീസ് എന്ന് പറയുന്നത്. അപ്പം ഈ മാലിയസ് എന്ന് പറയുന്നത് അത് എന്താണ് ഹാമർ ഷേപ്ഡ് ആണ്. പിന്നെ ഇൻകസ് എന്ന് പറയുന്നത് ആൻവിൽ ഷേപ്പ് ആണ്. സ്റ്റേപ്പീസ് എന്ന് പറയുന്നത് എന്താണ് സ്റ്റിറപ്പ് ഷേപ്ഡ് ആണ്. അതെന്ന് പറയുന്നത് സ്മോളസ്റ്റ് ബോണും ആണ്. അതുപോലെ തന്നെ ലൈറ്റസ്റ്റ് ബോൺ ഇൻ ദ ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയിൽ ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ബോണുമാണ് എന്തെന്ന് പറയുന്നത് സ്റ്റേപ്പീസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഏതാ? ഷോർട്ട് സൈറ്റഡ്നെസ് ക്യാൻ ബി കറക്റ്റഡ് ബൈ. ഷോർട്ട് സൈറ്റഡ്നെസ്സിനെ കറക്റ്റ് ചെയ്യുന്നത് എന്താ ഏത് തരത്തിലുള്ള ലെൻസ് ആണ് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ എ കോൺകേവ് ആണോ, ഓപ്ഷൻ ബി കോൺവെക്സ് ആണോ, ഓപ്ഷൻ സി സിലിണ്ട്രിക്കൽ ആണോ, ഓപ്ഷൻ ഡി ഒപ്പേക്ക് ആണോ? ഏതാണ് ഈ പറയുന്ന ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് പറയുന്നത്? അതിന് പറയുന്ന മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത് മയോപ്പിയ. അത് കറക്റ്റ് ചെയ്യുന്നത് ഏതാണ്? ഏത് ലെൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഷോർട്ട് സൈറ്റഡ്നെസ് കറക്റ്റ് ചെയ്യുന്നത്? അത് കറക്റ്റ് ചെയ്യുന്ന ലെൻസ് ആണ് ഏത്? കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത്. ഏതാണ്? കോൺകേവ്. ഓപ്ഷൻ സി ആണ് കൊടുത്തേക്കുന്നത്. ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ്. ഷോർട്ട് സൈറ്റഡ്നെസ് കറക്റ്റ് ചെയ്യുന്നത് ഏതാണ്? കോൺകേവ് ലെൻസ് ആണ്. ഇനി കോൺവെക്സ് ലെൻസ് വെച്ച് കറക്റ്റ് ചെയ്യുന്നതാണ് ഫോർ സൈറ്റഡ്നെസ്. മനസ്സിലായോ? ഏതാണ്? ഫോർ സൈറ്റഡ്നെസ് ആണ് ഏത്? കോൺവെക്സ് ലെൻസ് വെച്ച് കറക്റ്റ് ചെയ്യുന്നത്. സിലിണ്ട്രിക്കൽ ലെൻസ് വെച്ച് നമ്മൾ കറക്റ്റ് ചെയ്യുന്നതാണ് എസ്റ്റിഗ്മാറ്റിസം. എസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്നത് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ സിംഗിൾ പോയിന്റിൽ നമ്മുടെ ഐക്ക് ഒരു സൈറ്റ് എന്താ പറയുന്നത് ആ ഒരു ഒബ്ജക്റ്റ് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റാതിരിക്കുന്ന ആ ഒരു ഇതിനാണ് എന്തെന്ന് പറയുന്നത് ഈ എസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്നത്. എസ്റ്റിഗ്മാറ്റിസം കറക്റ്റ് ചെയ്യുന്ന ലെൻസ് ആണ് എന്തെന്ന് പറയുന്നത് സിലിണ്ട്രിക്കൽ ലെൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്താണ്? നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഏത്? സെൻട്രൽ നെർവസ് സിസ്റ്റം ഇൻക്ലൂഡ്സ് ബ്രെയിൻ ആൻഡ് ദ എന്താണ് സ്പൈനൽ കോഡ് ആണോ, ക്രാനിയൽ നെർവ്സ് ആൻഡ് സ്പൈനൽ കോഡ് ആണോ, പിന്നെ ഏതാണ് സ്പൈനൽ നെർവ്സ് ആൻഡ് ബ്രെയിൻ ആണോ, സ്പൈനൽ പിന്നെയും അത് തന്നെയാണോ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്? ഏതാണ്? ഇത് മൂന്നില് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്? എന്താണ്? ബ്രെയിൻ ആൻഡ് ദ സ്പൈനൽ കോഡ് വരുന്നതാണ് എന്തെന്ന് പറയുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അങ്ങനെ ആണെങ്കിൽ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് പാർട്ട് ഓഫ് ദ എന്താണ് പെരിഫറൽ നെർവസ് സിസ്റ്റം ആണ്. ആണല്ലോ. ഈ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ആണ് നമ്മുടെ എന്താണ് ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ, ഡൈജഷന്, ഇതെല്ലാം ഇങ്ങനെയൊക്കെയുള്ള ഇൻവോളണ്ടറി ആയിട്ടുള്ള ബോഡി ഫംഗ്ഷനുകളെല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ആണ്. ആണല്ലോ. ഈ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ആണ് പിന്നെ എന്തായിട്ട് മാറുന്നത്? സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കും നെർവസ് സിസ്റ്റം ആയിട്ട് മാറുന്നത്. ക്ലിയർ ആയോ? സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് അതിനകത്ത് എന്താണ് ബ്രെയിൻ ആൻഡ് എന്താണ് സ്പൈനൽ കോഡ് വരുന്നതാണ് എന്തെന്ന് പറയുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ്? ബ്രെയിനും സ്പൈനൽ കോഡും കൂടെ വരുന്നതാണ് എന്തെന്ന് പറയുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ?
ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ ഒരു പാർട്ടാണ്. ഈ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ആണ് നമ്മുടെ ഇൻവോളണ്ടറി ഫംഗ്ഷനുകളെല്ലാം, അതായത് ബ്ലഡ് പ്രഷർ, ഡൈജഷന്, ഹാർട്ട് റേറ്റ്, ഇതെല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത് ഏതാണ്? ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. ഈ ഓട്ടോണോമിക് സിസ്റ്റം ആണ് പിന്നെ എന്തൊക്കെയായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നത്? സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കും നെർവസ് സിസ്റ്റം ആയിട്ട് പോകുന്നത്. ക്ലിയർ ആയോ? ഇവിടെ ഒരുവിധമുള്ള പോർഷൻസ് എല്ലാം കവർ ചെയ്യിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ ഈ എന്താണ് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തത്. ഇത്രയും ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഇത്രയും ചെയ്തത് എല്ലാം പ്രീവിയസ് ഇയേഴ്സ് ഉള്ള, അതായത് JPHന്റെ തന്നെ പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകൾ തന്നെയാണ്. ഇതെല്ലാവരും വായിച്ചു നോക്കണം, വർക്ക്ഔട്ട് ചെയ്ത് നോക്കുകയും വേണം. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു.